जगच्ഛേദാരം सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्दതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് എൻ്റെ പുസ്തകത്തിലെ 101-ാമത്തെ പദ്യം മുതലാണ്. മലയാളം പുസ്തകത്തിൽ 57-ാമത്തെ പേജിലെ 10-ാമത്തെ പദ്യം മുതലാണ്. പേജ് 57. പദ്യം വായിക്കാം. കുറങ്ക് കുത്തിക്കൊണ്ട് കുറോക്കൈ കത്തി കൂട്ടൈ മറന്തழைത്താ തൂക്കം വരുമോ വെറും കെടുവീർ തന്നെ അഴിത്തെഴുந்த സച്ചിദാനന്ദത്തെ ഉന്നിൽ ഒളിത്തു വിടാതോ. ആത്മസാക്ഷാത്കാരത്തിന് കുറുക്കു വഴികളില്ല എന്നാണ് പറയുന്നത്. കുറുക്കു വഴിയില്ല, ഋജുവായ മാർഗമാണ്, നേരെയുള്ള മാർഗമാണ്. എന്താണ്? തത്വമനനം. ഈ ആത്മാവ് എന്താണ്, അതിൻ്റെ സ്വരൂപത്തെ നിരന്തരം വിചാരം ചെയ്ത് അതിനെ ബുദ്ധിയിൽ ഉറപ്പിക്കുക. അത് മാത്രമാണ് സാക്ഷാത്കാരത്തിൽ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവയോ എന്ന് ചോദിച്ചാൽ അവയൊക്കെ ഈ ഋജുവായ മാർഗത്തിലേക്ക് വരാനുള്ള ഇടവഴികളാണ്. മറ്റുള്ളതെല്ലാം ഇടവഴികളും ഇത് രാജവീഥിയുമാണ്. ഏത്? വിചാരമാർഗം. നമ്മൾ ഈ ഇടവഴി, ഊടുവഴി എന്നൊക്കെ പറയില്ലേ, ഈ ഊടുവഴികളിലൂടെ ഒക്കെ കയറി അവസാനം മെയിൻ റോഡിൽ ചെന്ന് കയറണമല്ലോ, NH എവിടെയെങ്കിലും ചെന്ന് കയറണമല്ലോ. എന്നാലല്ലേ നമുക്ക് തിരുവനന്തപുരം വിട്ട് കൊല്ലത്തേക്ക് പോകാൻ പറ്റൂ. ഊടുവഴികളിലൂടെ കറങ്ങിക്കൊണ്ടിരുന്നാൽ കൊല്ലം എത്തില്ല, വടക്കോട്ടുള്ള ഒരു സ്ഥലവും എത്തില്ല, തെക്കോട്ടും എത്തില്ല. എവിടെയെങ്കിലും വെച്ച് NH-47 കയറണ്ടേ. അപ്പോൾ മറ്റ് മാർഗങ്ങളെല്ലാം മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ഈ തത്വവിചാരത്തിന് തയ്യാറെടുപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ മാർഗത്തിലൂടെയാണ് സത്യത്തിലേക്കുള്ള പ്രവേശം. രമണ മഹർഷി അതാണ് പറയുന്നത്. എങ്ങനെയൊക്കെ കറങ്ങി വന്നാലും അവസാനം ചെക്ക് പോസ്റ്റ് വഴിയേ അടുത്ത സ്റ്റേറ്റിലേക്ക് കടക്കാൻ പറ്റും. കാളവണ്ടിക്കാരൻ്റെ കഥ പറയും. ഒരു കാളവണ്ടിക്കാരൻ സ്ഥിരമായിട്ട് അയാൾ ഒരേ റൂട്ടിലൂടെയാണ് പോകുന്നത്, ഊടുവഴികളിലൂടെയാണ് പോകുന്നത്. ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു? കുറച്ച് കള്ളക്കടത്ത് സാധനങ്ങളുമായിട്ട് കാളകളെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. പാവം പകുതി വഴിക്ക് വെച്ച് ഉറങ്ങിപ്പോയി. പകുതി വെച്ച് ഉറങ്ങിപ്പോയപ്പോൾ ഈ കാളകൾക്ക് ഈ റൂട്ട് നല്ല നിശ്ചയമാണ്. അത് കറക്റ്റ് അമരവിള ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ തന്നെ വന്നു നിന്നു. തമിഴ്നാട്ടിൽ അമരവിളയുണ്ടോ? രമണ മഹർഷി അമരവിളയെ കുറിച്ച് സംസാരിച്ചോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം. കറക്റ്റ് ആ ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ വന്ന്, കാരണം സ്ഥിരമായിട്ട് അവിടെ പരിശോധന കഴിഞ്ഞ് മാത്രമേ അവർ കടത്തിവിടൂ. അപ്പൊ ഈ കള്ളക്കടത്ത് സാധനങ്ങൾ കയറ്റിയ വണ്ടിക്കാരൻ ഇറങ്ങിയപ്പോൾ കാളകൾ നേരെ ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ കൊണ്ട് ചെന്ന് എത്തിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ മാർഗത്തിലൂടെ കറങ്ങിയാലും അവസാനം ഈ തത്വവിചാരത്തിലൂടെ മാത്രമേ ആത്മാവിലേക്ക് കയറാൻ പറ്റൂ. വേറെ മാർഗമില്ല. കവാടം ഒന്നേ ഉള്ളൂ. ഈ മോക്ഷ സാമ്രാജ്യം അല്ലെങ്കിൽ മോക്ഷ മാളികയ്ക്ക് ഒരൊറ്റ വാതിലേ ഉള്ളൂ. വശങ്ങളിലോ പുറകിലോ ഒന്നും വാതിലില്ല. നേരെ മുമ്പിലുള്ള ഒരു വാതിലാണ്. ആ വാതിലിലൂടെ മാത്രമേ ഈ മാളികയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. കയറിക്കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വരേണ്ട കാര്യവുമില്ല. ഒരിക്കൽ മുക്തനായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സംഗതി തന്നെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ കൃത്രിമമായ മാർഗങ്ങളെ പരിഹസിക്കുകയാണ് പല ഉദാഹരണങ്ങൾ കൊണ്ട്. കുറങ്ക് കുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവനവന്റെ തുടകളെ തടവിക്കൊണ്ട് എന്നാണ്. പഴയ തമിഴാണ്. ഇവിടെ കുറങ്ക് എന്നുള്ളതിന് കുരങ്ങ് എന്ന അർത്ഥം എടുക്കരുത്. അവനവന്റെ തുടകളെ ഇങ്ങനെ കുറേ നേരം തടവിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ കാല് ഇങ്ങനെ കുറേ നേരം തടവിക്കൊണ്ടിരുന്നാൽ ഒരു ഉറങ്ങാനുള്ളൊരു മൂഡ് വരും, ഒരു ഉറക്കം. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഈ കാലൊന്ന് തിരുമ്പി തരുമെന്ന് പറയും. നല്ല സുഖമായിരിക്കും, നമ്മളറിയാതെ ഉറങ്ങിപ്പോകും. പണ്ടത്തെ ഭാര്യമാർ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. കുറങ്ക് കുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുക, തുട അല്ലെങ്കിൽ കാല് മൊത്തത്തിൽ. കുറങ്ക് കുത്തിക്കൊണ്ട് ഇങ്ങനെ തുടകളെയും കാലിനെയും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ചൂട് കൊടുക്കുക. ഈ കൈത്തലം കൊണ്ട് ഇങ്ങനെ തടവുമ്പോൾ അവിടെയുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ
തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. നല്ല ഊണ് കഴിച്ചാൽ എന്തുകൊണ്ട് ഉറക്കം വരുന്നു? വയറ് ഫുള്ളായിരുന്നാൽ എന്തുകൊണ്ട് ഉറക്കം വരുന്നു എന്ന് ചോദിച്ചാൽ, ദഹനത്തിന് അവിടെ കൂടുതൽ രക്തസഞ്ചാരം ആവശ്യമാണ്. അതുകൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തം കൂടെ ഈ കുടലിലേക്ക്, വയറിലേക്ക് ഒഴുകി തുടങ്ങും. അപ്പോൾ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അപ്പോൾ അവിടെ ഉള്ള ഓക്സിജനും കുറയും. അപ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് പോകും. നമ്മുടെ മനസ്സെപ്പോഴും വിജിലൻ്റ് ആയിരിക്കണമെങ്കിൽ ഉണർന്നിരുന്നാലല്ലേ പറ്റൂ. ഈ ഉണർവ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്ക് വേണ്ടവണ്ണം രക്തം സപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ്. അവിടെയുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴാണ് നമ്മൾ പതുക്കെ നിദ്രയിലേക്ക് പതിക്കുന്നത്. അപ്പോൾ തുടകളെ തടവിയത് കൊണ്ട്, മസാജ് ചെയ്തത് കൊണ്ടോ, കുറോക്കൈ കത്തി, കുറോക്കൈ എന്ന് പറഞ്ഞാൽ കൂർക്കം വലി, കൃത്രിമമായി കൂർക്കം വലിച്ചത് കൊണ്ടോ ഉറക്കം വരാതെ നമുക്ക് ഉറക്കം നടിക്കാമല്ലോ. കൂർക്കം വലി വേറെ ആളാണെങ്കിൽ നമുക്ക് പറ്റിക്കാം. പക്ഷേ അവനവൻ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുന്നത് പോലെ ആവോ കൃത്രിമമായി കൂർക്കം വലിച്ചാൽ? ഉറക്കം എന്നുള്ളത് സ്വാഭാവികമായി വരേണ്ടതാണ്. നമ്മൾ അറിയാതെ നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോവുകയാണ്. ഒരു തെന്നി വീഴുന്നത് പോലെയാണ്, അറിയില്ല. ഏത് സമയത്താണ് നമ്മുടെ മനസ്സ് നിദ്രയിലേക്ക് അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് കടക്കുന്നത്, ഇത് കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര ജാഗ്രതയോടുകൂടെ വേണമെങ്കിലും ഇരുന്നോളൂ. ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ ഉറങ്ങുന്നത് പറയാൻ പറ്റില്ല. ഏതാണ്ട് ഒരു ഉറക്കം വരുന്നത് പോലെ ഇരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ ഈ ജാഗ്രതനെ വിട്ട് ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുറോക്കൈ കത്തി, കൃത്രിമമായി കൂർക്കം വലിച്ചത് കൊണ്ടോ, കൂട്ടൈ മറന്ത്, കൂടെന്ന് പറഞ്ഞാൽ എവിടെയും ശരീരമാണ്. ആത്മാവ് ആ ശരീരത്തിനകത്ത് വസിക്കുന്നവനാണ്. ഈ ശരീരം വെറും ഒരു പുറന്തോട് പോലെയോ കൂട് പോലെയോ ആണ്. കൂട്ടൈ മറന്ത്, ശരീരത്തെ വിസ്മരിച്ചതുപോലെ ഭാവിച്ച്. ഉറക്കത്തിൽ ശരീരം മറക്കപ്പെടുകയാണല്ലോ, ശരീരം അറിയപ്പെടാതാവുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ കൃത്രിമമായി താൻ ശരീരത്തെ മറന്നതുപോലെയോ, അതുപോലെ കൂർക്കം വലിക്കുന്നത് പോലെ കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കാലുകളെ തുടകളെ തടവി ആ ഉറക്കം വരുന്നത് പോലെയുള്ള ഒരു സ്ഥിതി, ഉറക്കം വന്നു എന്ന് സ്വയം പറ്റിക്കുന്നത് കൊണ്ടോ ഉറക്കം വരില്ല. ആ ഉറക്കം സ്വാഭാവികമായി വരേണ്ടതാണ്. ഈ പുറമേ എന്തെങ്കിലും കാണിച്ച് ഇല്ലാത്ത ഉറക്കത്തെ നമുക്ക് വരുത്താൻ പറ്റില്ല. മറന്ത്, കൂട്ടൈ മറന്ത്, അഴൈത്താൽ, വിളിച്ചാൽ, ക്ഷണിച്ചാൽ തൂക്കം വരുമോ, ഉറക്കം വരുമോ? ഉറക്കത്തെ വായോ വായോ എന്നിങ്ങനെ മാടി വിളിച്ചത് കൊണ്ട് ഉറക്കം വരുമോ? ഉറക്കം വരേണ്ട സമയത്ത് വരും. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഉറക്കം നമ്മ വന്ന് ഗ്രസിക്കും. നമ്മൾ ഉറക്കത്തിൽ ആണ്ടുപോകും. അത് എത്ര സ്വാഭാവികമാണ്. ഇതുപോലെയാണ് ആത്മജ്ഞാനവും വരേണ്ടത് എന്നാണ്. നമ്മുടെ പ്രയത്നം കൊണ്ട് നേടേണ്ട ഒന്നല്ല. തൂക്കം വരുമോ? അടുത്തത് വിളിക്കുന്നത് നോക്കൂ, വെറും കെടുവീർ, യു ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോസ് എന്നാണ്. ഒന്നിനും കൊള്ളാത്തവരെ, ബുദ്ധിശൂന്യരെ, യോഗിമാരെയാണ് വിളിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവർ എന്നാണ്. വെറും കെടുവീർ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ല. ഈ ആത്മജ്ഞാനം എന്തോ ജീവന്റെ തലത്തിലുള്ള പ്രയത്നം കൊണ്ട് നേടിയെടുക്കപ്പെടേണ്ടത് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വെറും കെടുവീർ, ഒന്നിനും കൊള്ളാത്തവർ, അല്ലെങ്കിൽ അവിവേകികൾ, ബുദ്ധിശൂന്യർ. അങ്ങനെയുള്ള ബുദ്ധിശൂന്യരെ തന്നെ അഴിത്തെഴുந்த സച്ചിദാനന്ദത്തെ, ഈ പരമാത്മാവ് അഹങ്കാരത്തെ നശിപ്പിച്ചിട്ട് ഉദിക്കുന്നതാണ്. അതിനെ അഹങ്കാരത്തെ വച്ചോണ്ട് നേടാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഞാൻ ഉണർവോടുകൂടി ഉറക്കത്തിലേക്ക് പോകും. ഇതെങ്ങനെ സാധ്യമാകും? ഉണർവോടുകൂടി ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഈ സച്ചിദാനന്ദം അഹങ്കാരത്തെ അഴിത്ത് എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച്, അഹങ്കാരത്തിന്റെ കണിക പോലും അവശേഷിപ്പിക്കാതെ ആ പരമാത്മബോധം ഈ ജീവനെ പിടികൂടുമ്പോൾ, ഗ്രസിക്കുമ്പോഴാണ് ആത്മജ്ഞാനം സംഭവിക്കുന്നത്. ജീവന് കിട്ടുന്നത് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ആത്മജ്ഞാനം, ആത്മസ്ഥിതി, അത് സംഭവിക്കുന്നു. മഴ പെയ്യുന്നു. നമ്മൾ വിചാരിച്ചാൽ മഴ പെയ്യിക്കാൻ പറ്റുമോ? ഈ മേഘത്തിൽ ഹെലികോപ്റ്ററിൽ ചെന്നിട്ട് എന്തെങ്കിലും രാസവസ്തുക്കളൊക്കെ വിതറാം. പക്ഷെ അത് പ്രകൃതിയിലുള്ള മഴ പോലെ ആവില്ല. മഴ പെയ്യിക്കാം, മിന്നലും ഇടിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പ്രകൃതിക്ക് പ്രകൃതി തന്നെ വേണം. ഒരു ഇലയോ പൂവോ പോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം. പ്രകൃതിയിലുള്ള ഒരു ഇലയോ പൂവിനെയോ പരീക്ഷണശാലയിൽ നമുക്കുണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. സാധ്യമല്ല. എന്തുകൊണ്ട്? മനുഷ്യനുണ്ടാക്കിയാൽ അതിൻ്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ്.
മനുഷ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ ചില കൃത്രിമമായിട്ട് ചില വസ്തുക്കളെയൊക്കെ ചേർത്ത് പരീക്ഷണശാലയിൽ ഓരോന്നുണ്ടാക്കിയെടുത്താൽ അതൊന്നും ഒറിജിനലാവില്ല. ഈ ഒറിജിനലിന്റെ കുത്തക പ്രകൃതിക്കാണ്. പ്രകൃതി മാത്രമേ എന്ന് ഒറിജിനലിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. മനുഷ്യൻ ഉണ്ടാക്കിയാൽ അത് കൃത്രിമമായി പോവും, ഡ്യൂപ്ലിക്കേറ്റ് ആയി പോവും. അതിൻ്റെതായ ദോഷവുമുണ്ട്. എന്താണ് ദോഷം? കൃത്രിമമായ ഒരു പൂവ്, ഒറിജിനലിനെ വെല്ലുന്ന രീതി ഉണ്ടാക്കിയ ഒരു പൂവ്, ആ പൂവില് തേനീച്ചയോ വണ്ടോ വന്നിരിക്കാറില്ല. കാരണം അതിനറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇതിൽ തേനില്ല എന്നുള്ള കാര്യം. അതിൽ തേൻ തുള്ളികളൊക്കെ ഒട്ടിച്ച് വെച്ചാലും ശരിക്കുള്ള പുഷ്പത്തെ വണ്ടും തേനീച്ചയും തിരിച്ചറിയും. നമുക്ക് കണ്ട അതുപോലെയൊക്കെ ഒപ്പിക്കാം. ചിലപ്പോൾ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും മനുഷ്യന്. പക്ഷെ പ്രാണികളെ പറ്റിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രാണികൾ പ്രകൃതിയിലുള്ളവയാണ്. മനുഷ്യരെ പറ്റിക്കാം, പ്രാണികളെ പറ്റിക്കാൻ പറ്റില്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന പൂവിന് സുഗന്ധം ഉണ്ടാവില്ല, അതുപോലെ അതിൽ തേനും ഉണ്ടാവില്ല. നിറം വേണമെങ്കിൽ കൊടുക്കാം, ആ ഒറിജിനൽ പൂവിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് നിറം കൊടുക്കാം. പക്ഷെ മണമോ മധുവോ ഈ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റില്ല. കൂട്ടൈ മറന്നഴൈത്താൽ, അഴൈത്താൽ വിളിച്ചാൽ, ഉറക്കമേ വരൂ 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 കടന്നു വരൂ എന്ന് പറഞ്ഞ് ലോട്ടറിക്കാർ വിളിക്കുന്നത് പോലെ വിളിച്ചത് കൊണ്ട് ഉറക്കം വരില്ല. അത് തനിയേ വരണം. നമ്മൾ അറിയാതെയാണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. തൂക്കം വരുമോ വെറും കെടുവീർ തന്നെ അഴിത്തെഴുந்த സച്ചിദാനന്ദത്തെ. തന്നെ എന്ന് പറഞ്ഞാൽ ജീവബോധത്തെ, ഞാൻ എന്ന ഭാവത്തെ നശിപ്പിച്ചുകൊണ്ട് ഉദിക്കുന്നതാണ് ഈ പരമാത്മബോധം, പരബോധം. ആ സച്ചിദാനന്ദത്തെ ഉന്നിൽ, ഉന്നുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, വിചാരിക്കുക എന്നാണ് അർത്ഥം. ഉന്നുക, പഴയ മലയാളം കൃതികളിലും അത് കാണാം, തമിഴിൽ നിന്ന് വന്നതാണല്ലോ. ഉന്നുക എന്ന് പറഞ്ഞാൽ ഉന്നുക എന്നല്ല, ഉന്തുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. ചിന്തിക്കുക, വിചാരിക്കുക. അതിന് വേറൊരു വാക്കുണ്ട്, ഓരുക. ഇന്നും നമ്മുടെ മലയാളത്തില് പ്രചാരത്തിലുള്ള വാക്കുകളല്ല. ഓരുക, ചിന്തിക്കുക എന്നർത്ഥം. തന്നെ അഴിത്തെഴുന്ന സച്ചിദാനന്ദത്തെ, ഉന്നിൽ ആ പരമാത്മാവിനെ, ബ്രഹ്മത്തെ അറിവിന്റെ വിഷയം എന്ന പോലെ ചിന്തിച്ചാൽ, അറിവിന് വിഷയമാക്കിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റി നിർത്തി അത് തന്നാൽ അറിയപ്പെടേണ്ട ഒന്നാണ് എന്ന് കരുതിയാൽ, അതിനെ വിഷയം പോലെയാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ഈ അഹങ്കാരത്തിന്റെ പുറകിൽ ഒളിക്കും, കിട്ടില്ല. ആ ആത്മാവിന് ഈ അഹങ്കാരത്തിന് ഒരിക്കലും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. കാരണം ഈ അഹങ്കാരമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രതിബന്ധം. തനിക്ക് അതിനെ അറിയേണ്ടതായിട്ടുണ്ട്, അതിനെ തന്റെ അറിവിന് വിഷയമാക്കുക എന്നൊക്കെ കരുതിയാൽ, അങ്ങനെ ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ബാഹ്യ വിഷയങ്ങളെ പോലെ അറിവിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് സാക്ഷാത്കരിക്കാം എന്നൊരാൾ കരുതിയാൽ ഒളിത്തുവിടാതോ, അത് ഒളിഞ്ഞു പോവില്ലേ? നിങ്ങളിൽ നിന്ന് അത് മറഞ്ഞു പോവില്ലേ എന്നാണ് ചോദ്യം. ഒളിത്തുവിടാതോ, മലയാളത്തിലെ ഒളിക്കൽ തന്നെ. അത് ഒളിഞ്ഞു പോകും. എങ്ങനെ ഒളിയും? ഞാനിന്റെ പുറകിൽ ഒളിയും. അപ്പൊ അതിനെ അറിയാൻ പറ്റില്ല. ഞാനിന്റെ പുറകിൽ ഒളിയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഞാനായിട്ട് ബാക്കി നിൽക്കും, ഞാനിന്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ല എന്ന്. അഹങ്കാര രൂപം കൈക്കൊണ്ടിരിക്കുന്നത് ആത്മാവാണ്. ഇത് നല്ലതുപോലെ തിരിച്ചറിയണം. ഈ സിദ്ധാന്തപരമായ അറിവ് നേടണം. അങ്ങനെ തന്നിൽ വേണം അതിനെ സാക്ഷാത്കരിക്കാൻ. തന്റെ അറിവിന് വിഷയമാക്കരുത് അതിനെ. അങ്ങനെയാണെങ്കിൽ അത് തന്നിൽ ഒളിക്കും എന്നാണ്. അവനവനിൽ ഒളിക്കും എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരത്തിന്റെ വേഷം പൂണ്ട് ബാക്കി നിൽക്കും. ഈ അഹങ്കാരം ഉള്ളിടത്തോളം ആ ആത്മാവിനെ സാക്ഷാത്കരിക്കാനും സാധ്യമല്ല. അപ്പൊ ഈ ഞാനിനെ വെച്ചുകൊണ്ടുള്ള ആത്മജ്ഞാനം ഒരിക്കലും സാധ്യമല്ല. അത് ഈ ജീവന്റെ വെറും ഭ്രമം മാത്രമാണ്. ഉന്നിൽ ഒളിത്തുവിടാതോ, ആ സത്യം അതിനെ നിന്നിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് അത് മറയ്ക്കുകയില്ലേ? അത് തന്നെ മറച്ചു കളയും. സ്വയം ആ ബോധം അഹംബോധത്തിൽ നിന്ന് തന്നെ ഒളിപ്പിക്കുകയില്ലേ? ഒളിപ്പിക്കും. ഒരു ചോദ്യ രൂപത്തിൽ ചോദിക്കുകയാണ്. അത് മറഞ്ഞു പോകും. ഈ ഞാനായിട്ട് അത് വേഷം പൂണ്ട് ബാക്കി നിൽക്കും. ഞാനിന്റെ അപ്പുറത്ത് പോകാൻ ഈ ഞാൻ തന്നെ തടസ്സമാവും. ഞാനിന്റെ വേഷം അണിഞ്ഞ് എപ്പോഴും എന്ന പോലെ അത് ബാക്കി നിൽക്കും. എങ്ങനെയാണെങ്കിൽ അതിനെ അറിവിന് വിഷയമാക്കിയാൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ അത് തന്നെ അങ്ങ് തീരുമാനിക്കുക. എനിക്ക് അറിയേണ്ട ഒന്നല്ല ഈ ആത്മാവ്, അത് ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത്, എന്താ പറയുന്നത്? അത് ഞാനാണ് എന്ന ഭാവത്തെ ദൃഢപ്പെടുത്തൂ. അത് ഉണ്ടെന്ന് ആദ്യം തീരുമാനിക്കും. അതിനെ സംശയിക്കരുത്. അങ്ങനെ ഒരു സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കരുത്.
അത് ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി മുന്നോട്ട് പോവുക. അവിടം കൊണ്ട് നിൽക്കരുത്, അത് താനാണ് എന്നുള്ള ഉറപ്പും നാടും. അങ്ങനെയാണ് അതിനെ സാക്ഷാത്കരിക്കുക. ഈ ഞാനിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സാധനകളൊന്നും ഫലപ്രദമാവില്ല. അതായത് സാധകനെ വെച്ചോണ്ട് ചെയ്യുന്ന സാധനകൾ ആത്മാവിൽ കൊണ്ടുചെന്നെത്തിക്കില്ല. സാധകനില്ലാതെയാവണം. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചത് തന്നിഴപ്പൈ എന്നെ കറ്റ് സാധിപ്പത്. ഈ അഹങ്കാരത്തെ എന്ത് വിദ്യ പഠിച്ചിട്ടാണ് ഇല്ലാതെയാക്കുക? ഈ അഹങ്കാരത്തെ നമ്മൾ എവിടെ കൊണ്ട് കളയും? കളയാൻ ശ്രമിക്കുന്നത് ഈ അഹങ്കാരമാണ്. ആത്മജ്ഞാനം നേടണമെന്നും അഹങ്കാരത്തെ ഇല്ലാതാക്കണമെന്നും ഒക്കെ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടുന്നത് ഈ ഞാനാണ്. അതാണ് ആത്മജ്ഞാനത്തിന് തടസ്സം. അപ്പൊ അതിന് എളുപ്പ വഴികളൊന്നുമില്ല, കുറുക്കു വഴികളില്ല എന്ന്. എന്തൊക്കെ പഠിച്ചാലും, എത്ര ഉപനിഷത്ത് പഠിച്ചാലും ഈ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതാവുമോ? പഠിച്ച ഞാൻ അവിടെ ഉണ്ടാവും. ദശോപനിഷത്തുക്കളുടെ ഭാഷ്യം പഠിച്ചവനാണ് ഈ ഞാൻ. അപ്പൊ ഇവനെ എവിടെ കൊണ്ട് കളയും? അറബിക്കടലിൽ കെട്ടിത്താത്താൻ പറ്റുമോ? ഈ അഹംബോധം, ഞാൻ എന്നുള്ള ഭാവം, അതാണ് ആത്മാവിനെ മറച്ചിരിക്കുന്നത്. ശരിക്കും മറച്ചിട്ടില്ല. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ആത്മാവ് എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഞാനിനെ ഇല്ലാതാക്കുന്നതിന് പകരം, ചിത്തവൃത്തികളെ ഉപശമിപ്പിക്കുന്നതിന് പകരം ഇത് ആത്മാവാണെന്ന് അങ്ങ് ഉറപ്പിക്കൂ. ഈ ഞാനിനെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവില്ല. നമ്മൾ ആത്മഭിന്നമായ ഒരു ഞാനിനെ അംഗീകരിക്കുകയും അതിനെ വെച്ചുകൊണ്ട് സാധനകൾ ചെയ്ത് തന്നിൽ നിന്ന് അന്യമായ ഒന്നെന്ന പോലെ ഈ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ആത്മജ്ഞാനം കൈവിട്ടു പോകാനുള്ള കാരണം. വളരെ സൂക്ഷ്മമായ ഒരു വശമാണ്. ഈ അഹങ്കാരത്തെ തന്നെ, ഈ ഞാനിനെ ആത്മാവാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാനിനെ നിഷേധിക്കൽ. നമ്മൾ ഈ ഞാൻ എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്നാണല്ലോ കരുതി വച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണയെ ഇല്ലാതെയാക്കൂ. ഞാൻ ബ്രഹ്മം തന്നെ. കൃത്രിമമായിട്ടെങ്കിലും അഭ്യസിക്കൂ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. ഭാവാദ്വൈതം സദാ കുര്യാത്. ഭാവത്തിൽ അദ്വൈതത്തെ എപ്പോഴും പ്രതിഷ്ഠിക്കൂ. ക്രിയാദ്വൈതം നകുത്രചിത്. പ്രവൃത്തിയിൽ ഒരിക്കലും അദ്വൈതത്തെ പകർത്തരുത്. പുറമേ പകർത്തപ്പെടേണ്ടതല്ല അദ്വൈതം. അത് മനുഷ്യന്റെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. കാരണം അവിടെയാണ് ഈ ജ്ഞാനം പ്രകാശിക്കുന്നത്. അദ്വൈതം ത്രിഷു ലോകേഷു. 3 ലോകങ്ങൾ അല്ലെങ്കിൽ 14 ലോകങ്ങൾ, അതുമല്ലെങ്കിൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിൽ നിങ്ങൾ അദ്വൈതത്തെ കൊണ്ടു നടന്നോളൂ. ന അദ്വൈതം ഗുരുണാസഹ. ഗുരുവിന്റെ സന്നിധിയിൽ അദ്വൈതം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും ആചാര്യനും ഒന്ന്. ഞാൻ എന്തിനു നമസ്കരിക്കണം? അപ്പോഴേ അങ്ങ് തന്നെയല്ലേ പറഞ്ഞു തന്നത്, നമ്മൾ രണ്ടുപേരും ഒരേ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയിപ്പോ ഗുരു ശിഷ്യൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പറ്റുമെങ്കിൽ അങ്ങ് എന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ എന്നാണ്. ഇത് അദ്വൈതം ഉറപ്പുവന്ന ഒരാളെ ആചാര്യന്റെ അടുത്ത് സ്വന്തം കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാൻ പറയാണ്. ഇതൊക്കെ വലിയ അബദ്ധമാണ്. ആചാര്യനെ നമിക്കേണ്ട സ്ഥലത്ത് നമിക്കുക തന്നെ വേണം. അദ്ദേഹത്തോട് ഒരു ശിഷ്യൻ എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെ പെരുമാറണം. പക്ഷേ ഉള്ളിൽ ഈ ആചാര്യനും ഞാനും ബ്രഹ്മം. അവിടെ വിട്ടുവീഴ്ച പാടില്ല. ബാഹ്യമായി ഗുരുസന്നിധിയിൽ അദ്വൈതത്തെ പകർത്തരുത്. ബാക്കി എല്ലായിടത്തും, അമ്പലത്തിലും ഓഫീസിലും വയലിലും തൊഴിൽ സ്ഥലത്ത് എവിടെയായാലും ഈ അദ്വൈതത്തെ മാറ്റി നിർത്തരുത്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ആചാര്യന്റെ മുമ്പിൽ അപ്പോഴും ഉണ്ടാവണം. പക്ഷെ പ്രവൃത്തിയിൽ കാണിക്കരുത്. താൻ ആചാര്യനെക്കാളും വലിയവനാണ് എന്നുള്ള ഭാവമൊന്നും വരരുത്. അത് അഹങ്കാരത്തിന്റെ പ്രകടനമായി പോകും. തന്നെ അഴുത്തെഴുந்த സച്ചിദാനന്ദത്തെ ഉന്നിൽ ചിന്തിച്ചാൽ ഒളിത്തുവിടാതോ അത് അഹങ്കാര വേഷം കൈക്കൊണ്ട് മറഞ്ഞു പോകും. ഇപ്പൊ അഹങ്കാര വേഷം കൈക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ ഞാനിനെ നിലനിർത്തുന്നിടത്തോളം കാലം, അത് ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആത്മജ്ഞാനം സിദ്ധിക്കുകയില്ല. ഞാനിന്റെ നാശമാണ് ആത്മജ്ഞാനം. അഹങ്കാര നാശം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിന്റെ മലയാള വ്യാഖ്യാനം വായിക്കാം. ഉറങ്ങണം എന്നുള്ളവൻ തുട ഒടിച്ചു മടക്കി കള്ളക്കൂർക്കം വലിച്ച് ശരീരം മറന്നെന്നുള്ള ഭാവനയോടെ നിദ്രയെ വിളിച്ചാൽ നിദ്ര അവന് ലഭ്യമാണോ? ഉറക്കം വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഉറക്കം വന്നവനെ പോലെയൊക്കെ നടിച്ചാൽ ഉറങ്ങുന്നവനാവുമോ? അത് വെറും അഭിനയമാണ്. ഉറങ്ങിയിട്ടില്ല അയാള്. ഉറക്കം വന്നവനെ പോലെയൊക്കെ
അങ്ങനെ നിശ്ചലമായി അങ്ങനെ കിടക്കുന്നു, കണ്ണടച്ച് കിടക്കുന്നു, കൂർക്കം വലിക്കുന്നുമുണ്ട്. എല്ലാം കൃത്രിമമാണ്. പക്ഷേ ശരിക്കുള്ള ഉറക്കം അയാൾക്ക് വന്നിട്ടില്ല. അല്ലയോ ബുദ്ധികെട്ടവനെ, ഇംഗ്ലീഷിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോസ് എന്നാണ്. ഒന്നിനും കൊള്ളാത്തവരെ, മണ്ടന്മാരെ. ഈ ആത്മജ്ഞാനം ജീവന്റെ തലത്തിൽ നിന്ന് സാധിക്കേണ്ട ഒന്നല്ല. ആ ആത്മാവ് ജീവനെ ഗ്രസിക്കുമ്പോഴാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാവുന്നത്. അല്ലയോ ബുദ്ധികെട്ടവനെ, നീ കേൾക്കുക, തന്റെ ജീവബോധം അടങ്ങുമ്പോൾ മാത്രം ഉദയമാകുന്ന സച്ചിദാനന്ദ ബ്രഹ്മത്തെ നീ ജീവബോധത്താൽ ഉന്നി എന്ന് പറഞ്ഞാൽ വിചാരിച്ച് അന്യമായി കരുതി ധ്യാനിച്ചാൽ, നമ്മുടെ സാധനങ്ങളൊക്കെ നോക്കൂ, തന്നെ വിട്ടിട്ട് വേറൊന്നിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഏത് ഈശ്വര ഭാവത്തെയും ധ്യാനിച്ചോളൂ, അത് വേറെ, ധ്യാനിക്കുന്ന ഞാൻ വേറെ. ഈ ദ്വൈതം എല്ലായിടത്തും ഇല്ലേ? ദ്വൈതം ഉള്ളിടത്ത് എങ്ങനെ അദ്വൈതം സിദ്ധിക്കും? ഈ രണ്ട് എന്നുള്ള ഭാവം പോണ്ടേ ഉള്ളിന്ന്. അന്യമായി കരുതി ധ്യാനിച്ചാൽ അത് നിന്നെ വിട്ടകലുകയല്ലാതെ അല്പമെങ്കിലും നിനക്ക് ദർശനം തന്നു നിൽക്കുമോ? അത് മറഞ്ഞു പോകും കുഞ്ഞെ. അത് നീ തന്നെയാണ്. അതുകൊണ്ടാണ് മഹാവാക്യത്തിൽ തത്വമസി ശ്വേതകേതോ എന്ന് ഉപദേശിച്ചത്. കാരണം നിന്നിൽ നിന്ന് അന്യമായ ഒന്നാണ് ഈ ആത്മാവെന്ന് ഒരിക്കലും നീ വിചാരിക്കരുത്. നീ അതാണ്, അത് നീ തന്നെയാണ്. നീ ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അതാണ് തത്വമസിയുടെ ശരിയായ അർത്ഥം. നീ ഇല്ല, നിന്റെ ഉള്ളിൽ ഒരു ഞാനുണ്ടല്ലോ, അത് വെറും കള്ളമാണ്. അതിന്റെ അധിഷ്ഠാനമായ ആ സത്ത മാത്രമേ ഉള്ളൂ. നീ അതാണെന്ന് അറിയുന്നതാണ് ആത്മജ്ഞാനം. അത് ഉള്ളിലുള്ള ഞാൻ ബോധം നഷ്ടമാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നതും ശരിയാവില്ല. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. മനവാക്ക് കായത്താൻ മായ്ന്തളവൈ മാണ്ടതന വായ് പറയറയിൽ എന്നാം നിனைவதெல்லாம் ശാക്കിരപ്പൊയ് താനും തനിയനലൻ തർപ്പരമും നീക്കമറ്റ പൂർണ്ണമെന്നിൽ. മനവാക്ക് കായത്താൽ മായ്ന്ത്. മനസ്സ്, വാക്ക്, കായം. മനസ്സ് അറിയാം, വാക്ക് വാഗിന്ദ്രിയം, നാവ്, കായം, ശരീരം. ഇതാണ് ത്രിവിധ കരണങ്ങൾ. മനസ്സ്, വാക്ക്, ശരീരം. ഈ മൂന്ന് കരണങ്ങളെ വെച്ചുകൊണ്ടാണ് നല്ലതും ചീത്തയും മനുഷ്യൻ ചെയ്യുന്നത്. നല്ലത് പറയാനും നാവ് വേണം, ചീത്ത പറയാനും നാവ് വേണം. സത്കർമ്മം ചെയ്യാനും ശരീര അവയവങ്ങൾ വേണം, ദുഷ്കർമ്മം ചെയ്യാനും ഇതേ അവയവങ്ങൾ തന്നെ വേണം. നല്ലതിനെ ചിന്തിക്കാനും മനസ്സ് വേണം, മോശമായതിനെ ചിന്തിക്കാനും ഇതേ മനസ്സ് വേണം. അപ്പൊ ഉപകരണങ്ങൾ മൂന്നാണ്: മനസ്സ്, വാക്ക്, ശരീരം. വാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നാവ് എന്നാണ് അർത്ഥം. ഈ മനസ്സ്, വാക്ക്, ശരീരം മായ്ന്ത്, മനോവാക്കായങ്ങളെ മായ്ന്ത് എന്നവിടെ പറഞ്ഞാൽ പീഡിപ്പിച്ച്, സാധനയുടെ പേരിൽ മനസ്സിനെ പീഡിപ്പിക്കുന്നു, നാവിനെ പീഡിപ്പിക്കുന്നു, ശരീരത്തെ പീഡിപ്പിക്കുന്നു. എന്താ ഈ പീഡിപ്പിക്കൽ? മനസ്സിനെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കാൻ നോക്കും. അത് നമ്മെ വലിച്ചോണ്ടോടുന്നു. ഒരു ഭ്രാന്തൻ കുതിരയെ പോലെയാണ്. ഭ്രാന്ത് പിടിച്ച കുതിര. മനുഷ്യന് സാധ്യമല്ല അതിനെ നിയന്ത്രിക്കാൻ. അങ്ങനെ ഓടുന്ന മനസ്സിനോട് മല്ലടിച്ച് അവസാനം സ്വയം പരാജയപ്പെട്ട് ക്ഷീണിച്ച് നിരാശയോടുകൂടെ ഈ സാധകൻ തളർന്നു പോകുന്നു. മനസ്സുമായിട്ട് യുദ്ധം ചെയ്യരുത്. എന്തുകൊണ്ടെന്നോ, അങ്ങനെ ഒന്നില്ല യഥാർത്ഥത്തിൽ. അത് വെറും മായയുടെ പ്രകടനമാണ്. നിഴലിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റുമോ ഒരു വ്യക്തിക്ക്? അയാളുടെ തന്നെ നിഴലിനോട് യുദ്ധം ചെയ്ത് എങ്ങനെ ജയിക്കും? ഇവൻ വലത് കൈ ഉയർത്തിയാൽ നിഴലും വലത് കൈ ഉയർത്തും. നിഴലിനെ വെട്ടിയാൽ വെട്ടുകൊള്ളുവോ? അങ്ങനെ ഉള്ളൂ. നിഴലിനോട് ആരെങ്കിലും പടവരുതുവോ? ഇതുപോലെയാണ് മനസ്സിനെ സത്യമായ ഒന്നാണെന്നും അതിനെ ഞാൻ സാധനകളിലൂടെ മെരുക്കി എടുത്തു കളയാം എന്നൊക്കെ വിചാരിക്കുന്നു. അതിൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കൂ. അതാണ് വേണ്ടത്. നമ്മൾ ഒരാളോട് യുദ്ധം ചെയ്യുന്നത് എപ്പോഴാ? അയാൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അയാൾ നമ്മുടെ ശത്രുവാണെന്നും ഒക്കെ വിചാരിച്ചിട്ടല്ലേ അയാളുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിലും അതിനെയും ആത്മമയമായി കാണും, മനസ്സിനെയും ആത്മമയമായി കാണും, വാക്കിനെയും ആത്മമയമായി കാണും, ശരീരത്തെയും അതുപോലെ ആത്മമയമായി കാണും. ആത്മാവിൽ നിന്ന് നിങ്ങൾ വേറെ എന്തിനെയെങ്കിലും ആത്മാവിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ആ അടർത്തി മാറ്റപ്പെട്ട രണ്ടാമത്തേത് ദ്വൈതം നിങ്ങളെ ദുഃഖിപ്പിക്കും. നിങ്ങൾ അതുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നടക്കുന്നത്. ആത്മാവിൽ നിന്ന് അന്യമല്ല ഈ മനസ്സ്, ആത്മശക്തിയാണ്. അത് പ്രകടമായിക്കൊള്ളട്ടെ. അതിലും ആ സത്യവസ്തുവിനെ കാണൂ. എന്നിട്ട് നോക്കൂ,
അവന്റെ വികൃതികൾ അവൻ തുടരുന്നുണ്ടോന്ന്? തുടരില്ല. ആത്മാവിന്റെ മുമ്പിൽ ഈ മനസ്സിന്റെ വേലകളൊന്നും നടപ്പില്ല. പക്ഷെ നമ്മൾ ഈ ആത്മബോധം മാത്രം ഈ മനസ്സിനെ പഠിപ്പിക്കുന്നില്ല. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. എന്തൊക്കെയാണ് സാധനയുടെ പേരിൽ? പഞ്ചാഗ്നി മധ്യ തപസ്, ഉപവാസം, വയറിന് വേണ്ടത്ര ആഹാരം കൊടുക്കാതെ. അയ്യോ, അതൊക്കെ വ്രതമല്ലേ? വ്രതം തന്നെ അല്ലെന്ന് ആര് പറഞ്ഞു? വ്രതം, തപസ് എന്ന് പറഞ്ഞാൽ തപിപ്പിക്കുക എന്നാണ്, ചൂട് പിടിപ്പിക്കുക, പീഡിപ്പിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഏതിന്റെ? തപസ് എന്ന വാക്കിന്റെ അർത്ഥം പീഡിപ്പിക്കുക എന്നാണ്. എന്തിനെയൊക്കെയാണ് പീഡിപ്പിക്കുന്നത്? മനസ്സിനെ, നാക്കിനെ, ശരീരത്തെ. സാധനയുടെ പേരിൽ ഇതിന്റെ അർത്ഥം വ്രതാനുഷ്ഠാനം വേണ്ടെന്നാണോ? സങ്കല്പ നിരോധം ശീലിക്കേണ്ട എന്നാണോ? അതൊക്കെ രണ്ടാം പക്ഷം. ഒന്നാം പക്ഷം ശീലിക്കൂ. ഈ പറയുന്നത് ശ്രദ്ധിക്കും. ശാസ്ത്രീയമായ തത്വബോധം ബുദ്ധിക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് സർവത്ര ഏകത്വത്തെ ദർശിക്കട്ടെ. മറ്റ് സാധനങ്ങൾ ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ. പക്ഷെ ഇതിനാരും തയ്യാറാവുന്നില്ല. തത്വബോധം എന്ന് പറഞ്ഞാൽ അതിൽ ആൾക്കാർക്ക് ഒരു രുചി ഉണ്ടാവുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നല്ലതിൽ അഭിരുചിയില്ല. മരുന്നെന്ന് പറയുന്നത് തത്വബോധമാണ്. മറ്റുള്ളതൊക്കെ പഞ്ചസാര ഗുളികകളാണ്. ഏത്? സാധന. ഈ സാധനയ്ക്കകത്ത് തത്വബോധമാകുന്ന മരുന്ന് വെച്ചിട്ട് സേവിക്കൂ. ആ മരുന്നാണ് രോഗം വാശിയാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? പഞ്ചസാര ഗുളികകൾ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവസാനം എന്താ? ഡയബറ്റീസ് പിടിക്കും. ഡയബറ്റീസ് പിടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുന്ന സാധനകൾ തന്നെ വാസനകളായി മാറും. അതാണ് അതുകൊണ്ടുള്ള ദോഷം. അതുകൊണ്ട് തത്വബോധത്തെ ഒരിടത്തും വിട്ടുകളയരുത്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഈ കാണുന്നതൊക്കെ ഈശ്വരമയമാണ് എന്നുള്ള ഭാവം നമ്മുടെ കൂടെ സദാസമയവും. ആശുപത്രിയിലൊക്കെ എഴുതി വെക്കുന്നില്ലേ? 24/7, ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും. 24 മണിക്കൂർ പറ്റില്ലല്ലോ നമ്മൾ ഉറങ്ങുമ്പോ വേണ്ട. അവിടെ പ്രശ്നവും ഇല്ലല്ലോ. മനസ്സാണല്ലോ പ്രശ്നക്കാരൻ. അവൻ ലയിച്ചു കിടക്കുന്ന സുഷുപ്തിയില് അവനെ കൊണ്ട് ഉപദ്രവമില്ല. അപ്പൊ സാധനയും ആവശ്യമില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലുമാണല്ലോ ഈ മനസ്സിന്റെ കളി മുഴുവൻ. ആ സമയത്ത് ഈ തത്വബോധത്തെ കൂട്ടുപിടിച്ചോളൂ എന്നാണ്. ഈ അദ്വൈത ബോധത്തെ ഉറപ്പിക്കൂ. മനവാക്ക് കായത്താൽ മായ്ന്ത്, ഈ ശരീര മനോ വാക്കുകളെ പീഡിപ്പിച്ച് അളവൈ മാണ്ടതന്, അളവിനെ കൊന്നത്. മാളുക, മാണ്ടു പോരാൻ എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക എന്നാണ് തമിഴിലർത്ഥം. മാണ്ടു വിട്ടാർ, മരിച്ചുപോയി എന്ന്. അളവൈ മാണ്ടതന്, അളവിനെ കൊന്നത് എന്ന് പറഞ്ഞാൽ അളവറ്റത്, അളവിനും അപ്പുറത്തുള്ളത്. അളക്കുന്നത് ഏതാ? ഈ പറഞ്ഞ 3 അളക്കുന്നത്. മനസ്സ്, വാക്ക്, ശരീരം. കുറച്ചുകൂടെ നമുക്ക് അതിനെ വ്യക്തമായി പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് പ്രപഞ്ചത്തെ അളക്കുന്ന അളവുകോലുകൾ. 5 ഇന്ദ്രിയങ്ങളും മനസ്സും. ഈ 6 അല്ലാതെ പ്രപഞ്ചത്തെ അളക്കാൻ 7ാമതൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ 6 ഉള്ളൂ അളവുകോലുകളായിട്ട്. ഈ സത്യമോ അളവറ്റത്, അമേയം, അപരിമിതം, അനന്തം. ഈ നമ്മുടെ കയ്യിലുള്ള കൊച്ചു ഉപകരണങ്ങളെ കൊണ്ട്, കൊച്ചു കൊച്ചു സ്കെയിലുകളെ കൊണ്ട്, ഈ ചെറിയ ചെറിയ വെയിറ്റുകളെ കൊണ്ട് ആ മഹാസത്യത്തെ എങ്ങനെ തൂക്കാൻ പറ്റും? എൻ്റെ കയ്യിലുള്ളത് 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും കൊച്ചു കൊച്ചു വെയിറ്റ് തൂക്കുന്ന ആ കട്ടകളാണ്. ഇരുമ്പ് വെയിറ്റാണ്. 1000 കിലോ വെയിറ്റ് ചെയ്തുകൊണ്ട് തൂക്കാൻ പറ്റുമോ? ഇതെങ്ങനെ? ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ 1000 കിലോ വെച്ചിട്ട് ഈ 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പടികൾ ഇട്ടാൽ അതിന്റെ വെയിറ്റ് അറിയാൻ പറ്റുമോ? ഇതുപോലെയാണ് ആ മഹാസത്യത്തെ അല്പമായ മനസ്സും ബുദ്ധിയും കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. വിഡ്ഢിത്തമാണ്. അളവൈ മാണ്ടതന്, അത് അമേയമാണ്, അപരിമിതമാണ് എന്നൊക്കെ വാഗൊണ്ട് പെരുമ്പറയടിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന്. അനുഭവത്തിൽ വന്നുപോയത് ഒക്കെ ബ്രഹ്മമയം. വളരെ നല്ലത്. പറയൂ, മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കൂ, പക്ഷെ അനുഭവിക്കുകയും കൂടി വേണ്ടേ? വെറുതെ അഹം ബ്രഹ്മാസ്മി, സർവം ബ്രഹ്മമയം എന്ന് പറഞ്ഞു നടന്നത് കൊണ്ട് ആ അനുഭവം വരുമോ? നേരത്തെ പറഞ്ഞില്ലേ, കാല് തടവി കൃത്രിമമായ കൂർക്കമ്പലി ശീലിച്ചാൽ അത് ശരിക്കുള്ള നിദ്രയാകുമോ? അതെങ്ങനെയാകും? കൃത്രിമമല്ലേ. കൃത്രിമത്വം ആത്മാവിലില്ല. അത് ഒറിജിനലാണ്, യഥാർത്ഥത്തിലുള്ളതാണ്. പ്രപഞ്ചമാണ് കൃത്രിമം. എന്തുകൊണ്ട്? അത് സൃഷ്ടിക്കപ്പെട്ടു. ആത്മാവ് എന്തുകൊണ്ട് ഒറിജിനൽ എന്ന് പറഞ്ഞു? അത് സൃഷ്ടിക്കപ്പെട്ടതല്ല. എന്തിനെങ്കിലും ഉണ്ടാക്കിയാൽ അത് കൃത്രിമമായി, ആർട്ടിഫിഷ്യൽ, കൃത്രിമമായി. അത് മനുഷ്യനിർമ്മിതമാണെങ്കിലും മായാനിർമ്മിതമാണെങ്കിലും എങ്ങനെയായാലും ശരി, പരമാത്മാവ് മാത്രമേ ഒറിജിനൽ ആയിട്ടുള്ളൂ. എന്തുകൊണ്ട്? അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, എന്നും ഉള്ളതാണ്. അതുകൊണ്ട് അത് ദുഃഖിപ്പിക്കുകയില്ല. സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ദുഃഖിപ്പിക്കും. എങ്ങനെ ദുഃഖിപ്പിക്കും?
ഉണ്ടായി പരിണമിക്കുമ്പോൾ ദുഃഖം വരും. കാലപ്പഴക്കം ഏറുന്തോറും അത് ജീർണിക്കാൻ തുടങ്ങും, അപ്പൊ ദുഃഖം വരും. അവസാനം നശിക്കുമ്പോൾ കടുത്ത ദുഃഖം വരും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അത്രയും സന്തോഷം പിന്നീട് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഓമനത്തം തുളുമ്പുന്ന ആ കുഞ്ഞിൻ്റെ മുഖം അത് എത്ര കാലം, ഒരു 1.5 വയസ്സില്ലെങ്കിൽ ഒരു 2 വയസ്സ്, അത് കഴിയുമ്പോൾ അവർ ഈ ലോകവുമായിട്ട് സമ്പർക്കപ്പെട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കയ്യിൽ ഒന്നും വെക്കാതെ മുഷ്ടി ചുരുട്ടി പിടിക്കണം. എന്നിട്ട് ഇതിനകത്ത് എന്താണെന്ന് ചോദിക്കണം. ആളുകൾ ഓരോരോ ഉത്തരം പറയും. തുറന്ന് കാണിച്ചിട്ട് പറയണം ഒന്നുമില്ല. കാരണം അവനെ അങ്ങനെയാണ് പറ്റിച്ചത്. ഈ മുതിർന്നവരുണ്ടല്ലോ ഇങ്ങനെ പറ്റി. അപ്പൊ ഇവൻ വിചാരിച്ചു പറ്റിക്കലാണ് ഈ ലോകം, അപ്പൊ ഞാനും ബാക്കിയുള്ളവരെ പറ്റിക്കാം. കണ്ടും കേട്ടും പഠിക്കുന്നവരല്ലേ ഈ കുട്ടികൾ. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ ആയി പോകാൻ കാരണം നമ്മുടെ ലോകവും ആ ലോകത്തിൽ വസിക്കുന്ന ആളുകളുമാണ്. കാരണം ഇതുമായിട്ട് ഇങ്ങനെ സദാ സമ്പർക്കപ്പെട്ടുകൊണ്ടാണ് ഇവൻ വളർന്നു വരുന്നത്. വായി പറയറയിൽ, പറയെന്ന് പറഞ്ഞാൽ പെരുമ്പറ, വാ കൊണ്ട് പെരുമ്പറ അടിച്ചത് കൊണ്ട് എന്ത് സർവം ബ്രഹ്മമയം അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നത് കൊണ്ട് ആത്മജ്ഞാനം കിട്ടില്ല എന്നാണ്. വായി പറയറയിൽ എല്ലാം എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ഒരു പ്രയോജനവുമില്ല. പിന്നെ എന്താ വേണ്ടത്? നിനൈവതെല്ലാം ശാക്കിരപ്പൊയ്. ശാക്കിരപ്പൊയ് എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിലുള്ള മിഥ്യ. ശാക്കിരം എന്ന് പറഞ്ഞാൽ ജാഗ്രത്. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭ്രമമാണ് ഈ പ്രപഞ്ചം. അതിൽ നമ്മുടെ ശരീരവും പെടും, അവനവൻ്റെ ശരീരവും പെടും. ജാഗ്രത്തിൽ കണ്ണു തുറന്നുകൊണ്ട് കാണുന്ന സ്വപ്നമാണ് ഈ പ്രപഞ്ചം. ഇതിൽ അല്പം പോലും കഴമ്പില്ല. ദീർഘസ്വപ്നമിമം വിദ്ധി ദീർഘം വാ ചിത്തവിഭ്രമം ദീർഘം വാപി മനോരാജ്യം സംസാരം രഘുനന്ദന. യോഗവാസിഷ്ഠത്തില് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. രാമ, ഈ പ്രപഞ്ചം ഒരു നീണ്ട കിനാവാണ്, നെടിയ കിനാവിത്. ശ്രീനാരായണ ഗുരുദേവനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ദീർഘസ്വപ്നമിമം വിദ്ധി. അതുമല്ലെങ്കിൽ ദീർഘം വാ ചിത്തവിഭ്രമം. ഇവിടെ ഭ്രാന്തന്മാരുണ്ടല്ലോ, ബുദ്ധിസ്ഥിരതയില്ലാത്തവർ, അവർക്ക് ഉണ്ടാകുന്നത് പോലെ ഒരു ബുദ്ധിമാന്ദ്യം. അതാണ് ഈ പ്രപഞ്ചം, ദ്വൈത പ്രപഞ്ചം. അതുമല്ലെങ്കിൽ ദീർഘം വാപി മനോരാജ്യം. നമ്മൾ കണ്ണടച്ച് മനോരാജ്യം കാണാറില്ലേ? മനസ്സിലിങ്ങനെ ഓരോന്നിങ്ങനെ ഭാവന ചെയ്ത് നമുക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഇങ്ങനെ ചിന്തിച്ച് രസിക്കാറുണ്ടല്ലോ. അതെന്താ? വെറുതെ ഉൾത്തലത്തിൽ കണ്ട് രസിക്കുന്നു, അത്രയേ ഉള്ളൂ. അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതുപോലെയാണ് രാമ സംസാരം. നിനൈവതെല്ലാം ശാക്കിരപ്പൊയ്. ജാഗ്രത്തിലെ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്ത കാഴ്ചകൾ ഒക്കെ അനുഭവിക്കുന്നു. 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എല്ലാറ്റിനെയും അനുഭവിക്കുന്നു. ഓരോന്നിൻ്റെ ഗുണദോഷങ്ങൾ അറിയുന്നു. സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നു. എന്നാലും കള്ളം. സ്വപ്നത്തിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന് കഠോപനിഷത്ത് ആഹ്വാനം ചെയ്യുന്നത്. എഴുന്നേൽക്കൂ, ഉണരൂ, അതേ ഉള്ളു മാർഗം. ഈ സ്വപ്ന പ്രപഞ്ചത്തിൽ മോഹിച്ച് കഴിയരുത്. ശാക്കിരപ്പൊയ്. താനും തനിയനലൻ. ഞാനും തനിച്ചല്ല. ഞാനെന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ലാന്ന്. ജീവേശ്വരന്മാർ ചേർന്ന് നിൽക്കുന്നു. ജീവന്റെ ഒപ്പമുണ്ട് ഈശ്വരൻ. ജീവനെ വിട്ട് ഈശ്വരൻ അകലുന്നില്ല. ഈ അറിവുള്ള ഒരാൾ ഭഗവാൻ അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് പരാതി പറയും. എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ മറഞ്ഞു പോവും. പ്രത്യക്ഷപ്പെടാത്ത ഭഗവാനുണ്ട്. ഈ ജീവന്റെ അധിഷ്ഠാനമായി നിൽക്കുന്ന ഭഗവാൻ, അദ്ദേഹം ഈ ജീവന്റെ നിത്യസഖാവാണ്. കൂടെയുണ്ട്, കൂട്ടുകാരനായിട്ടുണ്ട്, എപ്പോഴും ഉണ്ട്, ഏതവസ്ഥയിലും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ ഈ ജീവൻ എപ്പോഴും ആത്മാവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നു. ആത്മപ്രകടനം തന്നെയാണ് ഈ ജീവൻ. ആ ആത്മാവ് എന്നും ഒറ്റയ്ക്കാണ്. പക്ഷെ ഈ ജീവൻ ഒറ്റയ്ക്കല്ല എന്നാണ് പറയുന്നത്. ഈ ജീവന്റെ അധിഷ്ഠാനമായി ആ പരമാത്മാവ് എപ്പോഴുമുണ്ട്. താനും തനിയൻ അലൻ. തനിയൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്നവൻ. ഒരു ജീവനും ഇവിടെ തനിയെ ഇരിക്കുന്നില്ല. തനിയനലൻ തർപ്പരമും. ഈ തനിയനലൻ എന്നുള്ളതിന് ജീവന് സ്വതന്ത്രമായ ഒരു ഉണ്മയില്ല എന്നും നമുക്ക് അർത്ഥം പറയാം. ജീവൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായി ആത്മാവിൽ നിന്ന് ഭിന്നമായ ഒരു നിലനിൽപ്പ് ഈ വ്യക്തിക്കില്ല. തർപ്പരമും. തർപ്പരം എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നർത്ഥം, പൂർണ്ണ വസ്തു. തത്പരം
അത് തന്നെയാണ് തർപ്പരം എന്ന് പറയുന്നത്. ആ പരമമായ തദ്വസ്തു നീക്കമറ്റ പൂർണ്ണം എന്നിൽ. നീക്കമറ്റ പൂർണ്ണം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമല്ലാത്ത പൂർണ്ണവസ്തു. ഈ അഹങ്കാരം അതിനെ വിട്ടിട്ട് നിൽക്കുന്നേയില്ല. ഞാനായി പ്രകാശിക്കുന്നത് ആ ആത്മാവ് തന്നെ. ഈ താദാത്മ്യഭാവത്തോടുകൂടെ ആത്മാവിനെ ഉപാസിക്കണം. അതായത് ഭഗവത് ഉപാസനയെക്കാളും തന്നിൽ നിന്ന് അന്യമായ ഒരു ഈശ്വരനെ ഉപാസിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ആഴത്തിലും ഇൻറ്റിമേറ്റുമാണ് ഈ ആത്മോപാസന. അവിടെ താൻ തന്നെ ഈശ്വരനിൽ നിന്ന് അന്യനായി കാണുന്നില്ല, അദ്ദേഹം തന്നെ ഞാനായി പ്രകടമാവുന്നു. നീക്കമറ്റ പൂർണ്ണം എന്നിൽ. ആ പൂർണ്ണവസ്തു ജീവനെ വിട്ട് ഒരിക്കലും മാറാത്തത് കൊണ്ട് അത് ഒരിക്കലും തന്നിൽ നിന്ന് അന്യമാവുന്നില്ല, അത് ജീവന്റെ ഒപ്പമുണ്ട്. ആത്മാവായ താൻ പരമാത്മാവ് വിട്ട് അന്യമല്ലെന്നും പരമാത്മാവ് ചലനരഹിതമായ പരിപൂർണ ബ്രഹ്മമാണെന്നും വേദങ്ങൾ ഘോഷിക്കവേ യാതൊരു കാരണത്താലും എത്തുപെടാൻ അസാധ്യമായ പരമാത്മാവിനെ വാങ്മനഃശരീരങ്ങൾക്ക് അപ്രാപ്യമെന്നും അളവുപെടാത്ത അഖണ്ഡമെന്നും നീ വാഗൊണ്ട് പെരുമ്പറയടിച്ചു മുഴക്കുക മാത്രം ചെയ്താൽ എന്ത് ഫലമാണുള്ളത്? ഉപനിഷത്ത് തന്നെ തോൽവി സമ്മതിച്ചു. വാക്കുകൾക്കും മനസ്സിനും ഒന്നും എത്തിപ്പെടാൻ പറ്റാത്തതാണ് ഈ ആത്മാവെന്ന്. അതിനെ സർവം ബ്രഹ്മമയെന്ന് നീ നിരന്തരം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അതിനെ അറിയാൻ പറ്റുമോ? പുറമെ ആൾക്കാരുടെ ഒരു അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടി, താൻ ആത്മോപാസകനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ മഹാവാക്യങ്ങളൊക്കെ വെറുതെ ആ നാവിൻ്റെ അളവിൽ മാത്രം ഉച്ചരിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരം സിദ്ധിക്കില്ല. നിന്റെ അന്ധഃകരണ വൃത്തികൾ സദാ ബഹിർമുഖമായി ഒഴുകി പ്രപഞ്ചാകാരമായിട്ടല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. പ്രപഞ്ചകരമായിട്ടല്ലേ എന്നാണ് അതിൽ അച്ചടിച്ചിരിക്കുന്നത്. തെറ്റാണ്. പ്രപഞ്ചാകാരമായിട്ടല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത്. നമ്മുടെ ചിത്തവൃത്തികളാണ് പ്രപഞ്ച രൂപത്തിൽ പുറത്തു കാണുന്നത്. ഏതുപോലെ ചിത്തവൃത്തികൾ തന്നെ സ്വപ്ന ലോകമായി കാണപ്പെടുന്നില്ലേ? അതുപോലെ മനസ്സ് തന്നെയാണ് സ്വപ്നമായി പ്രകടമാവുന്നത്. പക്ഷെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ തൻ്റെ തന്നെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് അറിയുന്നില്ല. ഉണർന്നെഴുന്നേറ്റാൽ അത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഉണർന്നെഴുന്നേറ്റാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വവും മനസ്സിലാവൂ, അത് മനഃസൃഷ്ടമാണ് എന്നുള്ള കാര്യവും മനസ്സിലാവൂ. ആ നില എത്ര ശോചനീയം എന്ന് കണ്ട് നീ ഉണരുക, എണീക്കുക. അതേ ഉള്ളു മാർഗം. ഈ അജ്ഞാന നിദ്രയിൽ ജന്മജന്മാന്തരങ്ങളായി കഴിഞ്ഞതുകൊണ്ട് ദുഃഖമല്ലാതെ നമുക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. സ്വപ്നാത് സ്വപ്നാന്തരം യഥ. ഒരു ജീവിതത്തിൽ നിന്ന് അടുത്ത ജീവിതത്തിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലിരുന്ന് മരിച്ച് പുതിയൊരു ശരീരം കൈക്കൊള്ളുമ്പോൾ അത് ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്കുള്ള പോക്ക് പോലെയാണ്. അതിൽ കവിഞ്ഞ് യാതൊന്നും സംഭവിക്കുന്നില്ല. ഉറക്കം തുടരുന്നു. അജ്ഞാന നിദ്ര തുടർന്ന് നിലനിൽക്കുന്നു. ഒരു സ്വപ്നം കണ്ടു, അതിൽ നിന്ന് അടുത്ത സ്വപ്നത്തിലേക്ക് പോയി. അതുകൊണ്ട് ഉണർവാവുന്നില്ലല്ലോ, നമ്മൾ ഉണരുന്നില്ലല്ലോ. അതുകൊണ്ട് ഉണരണം എന്ന്. അടുത്ത പദ്യം വായിക്കാം. വായുമനം കണ്ണശയാവാറടക്കി മഗ്നമായി നീ പുതൈந்து പോയി കൂട നീതിയോ കായത്ത് കുട്പുറമ്പായി നീ താനായി ഉണ്ടില്ലയായി അതർക്കുമപ്പുറമായി താക്കറ്റതൈ. വായുമനം കണ്ണശയ. ഈ യോഗസാധന എന്നുള്ള പേരിൽ മനുഷ്യൻ എന്തിനെയൊക്കെയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെന്നറിയാമോ? വായു, പ്രാണൻ. പ്രാണായാമത്തിലൂടെ പ്രാണനെ കുറേയൊക്കെ നിരോധിക്കുക, തൻ്റെ വരുതിയിലാക്കുക. അതാണല്ലോ പൂരകം, കുംഭകം, രേചകം. ഇതൊക്കെ അതിൽ തന്നെ ഇതുണ്ട്. ആന്തരകുംഭകം, ബാഹ്യകുംഭകം. ഇങ്ങനെയൊക്കെ അതിനകത്ത് കേവല കുംഭകം. പ്രാണനെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ആരാണ് ഈ പ്രാണൻ? പരമാത്മശക്തി. ഒരു രാജാവിന്റെ സേവകനെ പിടിച്ചു കെട്ടിയത് കൊണ്ട് രാജാവ് ബന്ധനസ്ഥനായി എന്ന് കരുതാൻ പറ്റുമോ? അതെങ്ങനെയാ ശരിയാവുക? ഒരു രാജാവിന്റെ വേലക്കാരനെ നമ്മൾ പിടിച്ചു ബന്ധനസ്ഥനാക്കി ജയിലിലിട്ടു, രാജാവ് കീഴടങ്ങി എന്ന് അർത്ഥമുണ്ടോ? ഈ ശക്തി കാര്യങ്ങളെ പിടിച്ചത് കൊണ്ട് ശക്തനെ കിട്ടി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശക്തി എന്ന് പറഞ്ഞാൽ മായ. മായാകാര്യങ്ങളാണ് പ്രാണൻ, മനസ്സ്, ശരീരം തുടങ്ങിയ എല്ലാം. അതിനെ നിയന്ത്രണ വിധേയമാക്കിയത് കൊണ്ട് ആത്മാവ് തൻ്റെ വരുതിയിൽ വന്നു, തൻ്റെ കയ്യിൽ ഒതുങ്ങി എന്നെങ്ങനെ കരുതാൻ പറ്റും?
വായുമനം കണ്ണശയാവാറ്. ശ്വാസത്തെയൊക്കെ നിയന്ത്രിച്ചു, ചിത്തവൃത്തികളെ നിരോധിച്ചു. കണ്ണശയ, കണ്ണിങ്ങനെ അനങ്ങാതെ, കൃഷ്ണമണി അനങ്ങാതെ ഒരു ബിന്ദുവിൽ തന്നെ, ഭ്രൂമധ്യത്തിൽ തന്നെ ദൃഷ്ടിയെ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. നല്ലത് തന്നെ. പലർക്കും ഇതുപോലും സാധ്യമാകുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ആത്മജ്ഞാനം ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല എന്നാണ്. വാക്ക് മനം കണ്ണശയാവാറ്, കൃഷ്ണമണി പോലും ചലിക്കാതെ ദൃഷ്ടിയെ ഒരിടത്ത് കേന്ദ്രീകരിച്ച് അടക്കി, എല്ലാറ്റിനെയും അടക്കി നിരോധിച്ച് മഗ്നമായി നീ പുതൈന്തു പോയി കൂടൽ നീതിയോ. ചോദ്യമാണ്, പലതും നമ്മോടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാളും എഫക്റ്റാണ്. എടേ നീ നന്നാവില്ല എന്ന് പറയുന്നതിന്, എടാ നീ ഉണ്ടോ നന്നാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കൂടുതലാണ്. നിനക്കിത് കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ അർത്ഥത്തെ കുറച്ചുകൂടെ നല്ല പോലെ ഫലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യരൂപത്തിൽ ചോദിക്കുന്നത്. മഗ്നമായി അഹംബോധത്തെ ഒരു ലയാവസ്ഥയിൽ മുക്കി അതിൽ മുങ്ങിപ്പോയി. ഈ യോഗിമാരൊക്കെ എന്താ ചെയ്യുന്നത്? ചിത്തവൃത്തികളെ നിരോധിച്ചു, പ്രാണനെ നിരോധിച്ചു. ആ പ്രാണനെ നിരോധിക്കുന്നത് ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ള ഒരു ആദ്യപടി എന്നുള്ള രീതിയിലാണ്. അത് ചെയ്തു. ദൃഷ്ടിയെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു, ഭ്രൂമധ്യത്തിലാക്കി. ഇപ്പോഴെന്താ? മനസ്സിന്റെ ചേഷ്ടകളൊന്നുമില്ല. മനസ്സെന്ത് ചെയ്തു? ലയിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം പോലെ ഒരവസ്ഥയുണ്ടായി. സുഷുപ്തി എന്നുള്ളത് മനസ്സിന്റെ ഒരു ലയം. ജാഗ്രത്തിൽ ബോധപൂർവമായി ഈ പ്രാണമനസ്സുകളെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ലയാവസ്ഥ. മനസ്സ് അങ്ങ് ലയിച്ചു പോകും. അപ്പൊ ഉറക്കം പോലെ ഒരവസ്ഥ. അവിടെ മനസ്സിന്റെ വിക്ഷേപങ്ങളില്ല. അപ്പൊ ഒരു സുഖം അനുഭവപ്പെടും. ഈ മനസ്സിന്റെ ഇളക്കം നിന്നാൽ തന്നെ ഒരു സുഖം അനുഭവപ്പെടുന്നതാണ്. ആത്മസുഖമല്ലാതെ ജ്ഞാനം കൊണ്ട് കിട്ടുന്ന ആനന്ദമല്ല. മനസ്സ് ലയിച്ചാൽ തന്നെ, അവനൊന്ന് അടങ്ങിയിരുന്നാൽ തന്നെ നല്ല സുഖം തോന്നും. മഗ്നമായി നീ പുതൈന്തു പോയി. ഈ മനസ്സ് ലയിക്കുന്നതോടുകൂടെ മനസ്സിന്റെ തന്നെ സൂക്ഷ്മവൃത്തിയായ ഞാൻ, അഹംബോധം, അതും ലയിച്ചു പോവും. പിന്നെ ഈ ഞാൻ ആത്മാവാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഈ ഞാനിനെയും കൂടെ ലയിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ ഈ ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവ് എങ്ങനെ നേടാൻ പറ്റും? അതായത് മനസ്സിനെ അവിടെ ലയിപ്പിക്കരുത്. മനസ്സിനെ ജാഗ്രതാക്കി നിർത്തണം, ഉണർവോടുകൂടി നിർത്തണം. പക്ഷേ അവൻ ചലിക്കരുത്. പക്ഷേ ഈ ധ്യാനത്തിലേക്ക് കടക്കുന്ന പലർക്കും സംഭവിക്കുന്നത് മനസ്സ് ഒരു ലയാവസ്ഥയിലേക്ക് പോകും. അവർ വിചാരിക്കും ധ്യാനത്തിൻ്റെ ഉച്ചഘട്ടം അതാണ്. ധ്യാനം കുറച്ചു നേരത്തേക്ക് ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖമായിരുന്നു. മനസ്സിന്റെ ലയാവസ്ഥയാണ്. ഉറക്കം പോലെ ഒരു സ്ഥിതിയിൽ മനസ്സ് ചെന്നെത്തുന്നു. അപ്പോൾ മനസ്സിൽ വിക്ഷേപങ്ങളില്ല, ഒരു സുഖം അനുഭവപ്പെട്ടു. പിന്നെ എന്താവുമെന്നറിയാമോ? ആ സുഖം അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നാസ്വാദയേ സുഖം തത്ര. ഇതൊക്കെ ഗൗഡപാദ മഹർഷിയാണോ പഞ്ചദശിയിലാണോ ആരെന്നറിയില്ല, ഏതോ ഒരു കൃതിയിലുള്ളതാണ്. മനസ്സിന്റെ ലയാവസ്ഥയിൽ സുഖം അനുഭവിക്കുന്ന ഒരു ഏർപ്പാട് ഈ ജീവൻ വളർത്തിയെടുക്കുന്നു പറഞ്ഞാൽ അതൊരു വാസനയായിത്തീരും. ധ്യാനത്തിലിരുന്ന് ഇങ്ങനെ എല്ലാറ്റിനെയും ലയിപ്പിച്ച് അപ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം, അത് ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാണ്. എത്ര കടമ്പ ചാടിക്കടന്നാലാണ് ഈ ആത്മാവിലെത്തുക എന്നറിയാമോ? മായയുടെ ഓരോ മറകളെയും താണ്ടിക്കടന്ന് പോകണം. സ്ഥൂലമായ മറകൾ, അതിൻ്റെ അപ്പുറത്ത് സൂക്ഷ്മങ്ങളായവ, അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാളും സൂക്ഷ്മങ്ങളായവ, ഏറ്റവും അവസാനം ഈ മനസ്സ് തന്നെ ലയിച്ചു പോകുന്ന ഒരവസ്ഥ. ഈ ഞാനിനെ അവിടെ ഉണർത്തി നിർത്താൻ അപാരമായ ഇച്ഛാശക്തി വേണം. ഇല്ലെങ്കിൽ ഈ ചിത്തവൃത്തികൾ ലയിക്കുന്നതോടുകൂടെ ഈ ഞാനെന്നുള്ള ഭാവവും ലയിച്ചു പോകും. പിന്നെ എങ്ങനെ ഇത് ആത്മാവാണെന്ന് നമുക്കറിയാൻ പറ്റും? അതുകൊണ്ട് ആ ലയാവസ്ഥ എത്തുമ്പോൾ വളരെ കരുതലോടുകൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. മഗ്നമായി നീ പുതൈന്തു പോയി. നീ പുതഞ്ഞു പോകും. അതിൽ ചെളിയിലൊക്കെ ആണ്ടുപോകുന്നത് പോലെ ഈ സൂക്ഷ്മമായ ലയാവസ്ഥയിൽ അഹംബോധം തന്നെ ലയിച്ചു പോയാൽ ആ ആത്മാവിനോട് കൂടാൻ പറ്റുമോ, ചേരാൻ പറ്റുമോ? അതിനെ ഉണർത്തി നിർത്തിക്കൊണ്ട് ആത്മാവിൽ ലയിപ്പിക്കണം. അത് അജ്ഞാനത്തിൽ അല്ലെങ്കിൽ ആ ലയാവസ്ഥയിൽ ലയിച്ചു പോയത് കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. നീ പുതൈന്തു പോയി കൂടൽ നീതിയോ. നീതിയോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ ശരിയാകും? അത് യുക്തമാണോ?
അത് ശരിയല്ലല്ലോ കുഞ്ഞെ, ഈ ഞാനിനെ തന്നെ ലയിപ്പിച്ച് കളയുക. അങ്ങനെ ലയിപ്പിച്ച് കളയുകയാണെങ്കിൽ ഉറക്കത്തിൽ അത് തനിയെ ലയിക്കുന്നുണ്ടല്ലോ, അവിടെ ആത്മജ്ഞാനം കിട്ടണമായിരുന്നല്ലോ. എപ്പോ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ അങ്ങനെ കാണുന്നുമില്ലല്ലോ. അപ്പൊ ഈ ഞാനിനെ ലയിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതണ്ട. അതിനെ ഉണർത്തി നിർത്തണം, പക്ഷെ അത് ചലിക്കാതെ ഇരിക്കണം. അപ്പോഴാണ് ഈ ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവുണ്ടാവുന്നത്. കൂടൽ നീതിയോ കായത്ത് കുട്പുറമ്പായി, കായം ശരീരം, ശരീരത്തിന്റെ അന്തർഭാഗത്ത് ഉള്ളിൽ ഉട്പുറമ്പായി, അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ആത്മാവ്. പക്ഷേ ഒരാൾ ആദ്യം സാക്ഷാത്കരിക്കുന്നത് ഉള്ളിലാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ സാക്ഷാത്കരിച്ച ഒരാൾ പറയുന്നത് പുറത്തും ഇത് തന്നെയെന്ന്. പുറത്തല്ല ആത്മാവിനെ ഒരാൾ സാക്ഷാത്കരിക്കുന്നത്, അകമേയാണ് സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പുറത്തും അത് മാത്രമേ ഉള്ളൂ എന്നുള്ള അറിവ് അയാൾക്ക് ഉണ്ടാകുന്നു. കായത്ത് കുട്പുറമ്പായി, ശരീരത്തിനകത്തും പുറത്തുമായി, നീ താനായി, നീ തന്നെയായിട്ട്, നിന്റെ അന്തരാത്മാവായിട്ട്, യഥാർത്ഥ നിങ്ങളായിട്ട്. നമ്മളിപ്പോ അഹങ്കാരത്തെയാണ് ഞാനെന്ന് കരുതിയിരിക്കുന്നത്, അതല്ല, നമ്മൾ ആത്മാവാണ്. നീയായി, നീ താനായി, ഉണ്ട് ഇല്ലയായി, ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള അനുഭവത്തിന്റെ ആധാരം ആത്മാവാണ്. ഉണ്ട് ഇല്ല എന്ന് അനുഭവിക്കുന്നത് ഏതാ? മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി. ഇതാണ് ഉണ്ട് ഇല്ല എന്ന് അനുഭവിക്കുന്നത്. ചിലതിനെ ഉണ്ടെന്ന് പറയും, ചിലതിനെ ഇല്ല എന്ന് പറയും. ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ പ്രകടമായാൽ മനസ്സ് പറയും അതൊക്കെ ഉണ്ടെന്ന്. ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ പ്രകടമാകാത്തതിനെ ഇതേ മനസ്സ് പറയും അതില്ല എന്ന്. രണ്ടിനും ആധാരം മനസ്സാണ്. ഈ മനസ്സിന്റെ ആധാരത്തെ മനസ്സിന് കണ്ടെത്താൻ സാധ്യമല്ല. നീതാനായി, ഉണ്ടില്ലയായി, അതർക്കും അപ്പുറമായി, ഉണ്ട് ഇല്ല എന്നുള്ള മനസ്ഥലത്തിലുള്ള അനുഭവങ്ങളെയും കവച്ചു വെക്കുന്നതാണ് ആത്മാനുഭവം. അപ്പൊ അതിനെ ഉണ്ടെന്ന് പറയണോ ഇല്ലെന്ന് പറയണോ, എങ്ങനെ പറയണമെങ്കിലും അവിടെ പറയാൻ ഒരാൾ വേണം. ആ ആൾ ഇല്ലാതാകുമ്പോഴാണ് ഈ ആത്മാവ് പ്രകാശിക്കുന്നത്. അപ്പൊ അതിനെ ഉണ്ടെന്ന് പറയുവോ ഇല്ലെന്ന് പറയുവോ? ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അനുഭവത്തിനപ്പുറത്താണ് ആത്മസ്ഥിതി. അത് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ട് ഇല്ല എന്ന് അനുഭവിക്കുന്നത്. അതിന്റെ കാരുണ്യം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളാണ് സത്തിന്റെയും അസത്തിന്റെയും അനുഭവങ്ങൾ. ഈ മനസ്സിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആത്മാവിനെ ഈ മനസ്സാണോ തീരുമാനിക്കേണ്ടത് ഉള്ളതെന്നോ ഇല്ലാന്നോ? അതിനുള്ള അവകാശമുണ്ടോ അതിന്? അതാണ് ഉണ്ടില്ലയായി, അതർക്കും അപ്പുറമായി. എല്ലാറ്റിനെയും അനുഭവിക്കുന്നത് മനസ്സാണ്. മനസ്സിന്റെ സൂക്ഷ്മവൃത്തിയായ ബുദ്ധിയുമാണ്. എല്ലാത്തിനെയും അതിക്രമിച്ചു നിൽക്കുന്നതായ ആ സത്യം അതർക്കും അപ്പുറമായി താക്കറ്റതൈ. അതെങ്ങനെയുള്ളതാണ് ആ പരമാത്മ സത്യം? ഒന്നുമായും ബന്ധമില്ലാത്തത്, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിരപേക്ഷമായി നിൽക്കുന്ന സത്യം. അതിനെ സാപേക്ഷമായ മനോബുദ്ധികൾ എങ്ങനെ തീരുമാനിക്കും? ആത്മാവാണ് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്, പ്രപഞ്ചമുണ്ട് എന്നെല്ലാം അറിയിച്ചു തരുന്നത്. ആ ആത്മാവിന്റെ ഉണ്മയെ ഇവ ഏതെങ്കിലും അറിയിച്ചു തരുമോ? ഇല്ല. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഒരു കുഞ്ഞ് മുതിർന്നതിന് ശേഷം പറയാണ്, അച്ഛനെ അമ്മയും കൊച്ചിനെ വളർത്തിയത് ഞാനാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ചത് മാതാപിതാക്കളാണ്. അവരാണ് ഇതിനെ വളർത്തി ഒരു മുതിർന്ന പൗരനാക്കിയത്. ആ കൊച്ചു പറയുന്നത്, അച്ഛനും അമ്മയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനാണ് ഇവരെ വളർത്തിയത്. ഇതുപോലെയാണ് ഇന്ദ്രിയ മനസ്സുകളുടെ വാദമുഖങ്ങൾ. ഞാൻ അറിയുന്നു, ബുദ്ധി പറയുന്നു, ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ ബുദ്ധി ഉണ്ടെന്ന് അറിയിച്ചു തരുന്നത് ആത്മാവാണ്. ഈ തീരുമാനിക്കാനുള്ള ശക്തിയും സങ്കല്പ വികല്പങ്ങൾക്കുള്ള ശക്തിയും ഒക്കെ ഈ ബുദ്ധിക്കും മനസ്സിനും എവിടെ നിന്ന് കിട്ടി? ഉറക്കത്തിൽ ലയിച്ചു പോയാൽ ഇതിന്റെ ഒന്നും പ്രവർത്തനം കാണാനില്ലല്ലോ. ആരാ ഉള്ളിൽ നിന്ന് ഇതിനെയൊക്കെ വലിക്കുന്നത്? അടുത്ത ദിവസം ആരാ പുറത്തേക്ക് ഉന്തി വിടുന്നത്? ഇതൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഉറങ്ങി രാവിലെ എഴുന്നേറ്റു, അത് തന്റെ മിടുക്ക് എന്നാണ് പറയുന്നത്. ഇവന്റെ എന്തോ മിടുക്ക് പോലെയാണ് സംസാരം. ഇയാൾ ബോധപൂർവമായി ഇച്ഛാശക്തി ഉപയോഗിച്ച് ഉറങ്ങിയതുപോലെയും അതുപോലെ ഇച്ഛാശക്തിയോടുകൂടി ഉണർന്നതുപോലെയും ഉറക്കം എങ്ങനെയോ വരുന്നു, എങ്ങനെയോ ഉണരുന്നു. ചിലർ കിടന്നിട്ട് ഉണരുന്നില്ല, ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്ന ആൾക്കാർ. പ്രാണൻ ശരീരത്തിൽ നിന്ന് നീങ്ങുമ്പോൾ ഉണർന്നേ പറ്റൂ എന്നൊക്കെയാണ് പറയുന്നത്. ഉണർവിലേക്ക് വരും. ബോധപൂർവമായി ആ മരണാനുഭവം എപ്പോഴും കോൺഷ്യസ് ആണ്. ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ അങ്ങനെ മരിച്ചുപോയി എന്ന് വരില്ല. അയാൾ ശരീരതലത്തിലേക്ക് വരും, ഉണരും.
എന്നിട്ട് ആ മരണവേദന അനുഭവിക്കും. അങ്ങനെ ആ വേദന അനുഭവിച്ചേ ശരീരത്തിൽ നിന്ന് പ്രാണൻ പുറത്തു കിടക്കും. നമ്മൾ വെറുതെ പറയുകയാണ് ഉറക്കത്തിൽ മരിച്ചുപോയി. കാരണം ഒരാൾ ഉറങ്ങാൻ കിടന്നത് കണ്ടു. ഇവര് കുടുംബാംഗങ്ങൾ ഉറങ്ങി, രാവിലെ നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. അപ്പൊ അദ്ദേഹം ഉറക്കത്തിൽ മരിച്ചു എന്ന്. നിങ്ങൾ ഉറങ്ങിപ്പോയി, അദ്ദേഹം ഉറക്കത്തിൽ ഉണർന്നത് നിങ്ങൾ അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആ മരണവേള ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്നുള്ളത് ഉറങ്ങിക്കിടക്കുന്ന കുടുംബാംഗങ്ങൾ അറിഞ്ഞില്ല. ഇവര് പറയുന്നത് ഉറക്കത്തിൽ മരിച്ചു എന്നാണ്. ഉറക്കത്തിലൊന്നും മരിക്കാൻ പറ്റില്ല. അതൊക്കെ ബോധപൂർവമായ അനുഭവങ്ങളാണ്. അതൊക്കെ പ്രകൃതി അറിയിച്ച് തന്നേ ഈ പ്രാണനെ പുറത്ത് കളയും. അതാണ് നിയമം. അപ്പുറമായി താക്കറ്റതൈ, ഒന്നുമായും ബന്ധമില്ലാത്ത ആ സത്യത്തെ ഞാൻ തന്നെയാണത് എന്നുള്ള താതാത്മ്യത്തോടുകൂടെ ഉപാസിക്കണം. ആത്മോപാസകന്മാരായി മാറണം എന്ന്. നമ്മൾ ഈശ്വരോപാസകന്മാരാണ്, ഗുരുവിനെ ഉപാസിക്കുന്നവരാണ്. ഈ ഈശ്വരനും ഗുരുവുമായിട്ടൊക്കെ നിൽക്കുന്നത് ആരാ? ആത്മാവ്, തൻ്റെ തന്നെ അന്തരാത്മാവ്, തൻ്റെ തന്നെ അധിഷ്ഠാനം. ആ സത്യത്തെ താൻ തന്നെയാണ് എന്ന ഭാവേന സമീപിക്കണം. ശരീരത്തിനുള്ളും പുറവും വ്യാപിച്ച് നീ തന്നെയായി ഭാവാഭാവങ്ങൾക്കതീതമായി സർവത്തോടും സംഗരഹിതമായി നിൽക്കുന്ന പരമാത്മാവിനെ പ്രാപിക്കാൻ വാക്ക്, മനസ്സ്, കണ്ണ് ഇവ ചലിക്കാതെ അടക്കി വെച്ച് നടത്തുന്ന യോഗധ്യാനത്തിൽ നീ അടങ്ങി പുതഞ്ഞിരുന്നാൽ സാധ്യമാകുമോ? ഇതാണ് ചോദ്യം. ഈ ഞാനിനെ ലയിപ്പിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ലയിച്ച ഞാൻ വീണ്ടും ഉണർന്നു വരും. അപ്പോൾ ആ ഒരു വ്യക്തിത്വമായിട്ടാണ് വരുന്നത്. അത് ആത്മാവാണെന്ന് അതിന് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കുറച്ചു നേരത്തേക്കുള്ള ഒരു ലയാവസ്ഥ കൊണ്ട് എന്ത് കാര്യം? അതിനെ ഉണർത്തി നിർത്തണം. ഉണർവിലാണ് അത് ആത്മാവാണ് എന്നുള്ള സത്യം സാക്ഷാത്കരിക്കേണ്ടത്. വാചാമഗോചരമായ ആ വസ്തുവിന്റെ ലക്ഷണമറിഞ്ഞ്, വാക്കുകൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ മനസ്സിനും അതീതം, ഇവ കൊണ്ടൊന്നും അറിയാൻ പറ്റാത്ത ആ വസ്തുവിന്റെ ലക്ഷണമറിഞ്ഞ് അന്തർമുഖമായി അഖണ്ഡാകാരവൃത്തി മൂലമല്ലേ അത് നിനക്ക് എത്തുപെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രാപ്യമാവുകയുള്ളൂ. നിനക്കത് സ്വന്തമാകണമെങ്കിൽ അന്തർമുഖമായി ഉണർവിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ അന്വേഷിക്കണം. ചിത്തവൃത്തികളെ നിരോധിക്കണം, ശരി, പക്ഷെ മനസ്സ് ലയിക്കാൻ അനുവദിക്കരുത്. മനസ്സ് ലയിക്കുമ്പോഴാണ് ലയാവസ്ഥ. അതോടൊപ്പം ഈ അഹംബോധവും ലയിച്ചു പോകും. പിന്നെ എങ്ങനെ ഇത് ആത്മാവാണെന്ന് സാക്ഷാത്കരിക്കും? അതുകൊണ്ട് ചിത്തവൃത്തികളെയൊക്കെ ഉപശമിപ്പിച്ച് ആ ഞാനെന്നുള്ള ഉണർവിൽ നിരന്തരം നിൽക്കുമ്പോൾ ആ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള കാര്യം പിടികിട്ടും. അങ്ങനെയാണ് ആത്മജ്ഞാനം നേടുന്നത്. അടുത്ത പദ്യം വായിക്കാം. ഒട്ടാതിരിക്കവെന്റാൽ ഒട്ടാത്. എന്തൊരു വിലയിരുത്തൽ കണ്ടോ! ഒട്ടാതിരിക്കവെന്റാൽ ഒട്ടാത് ഉറക്കമാം ചുട്ടാതിരിക്കിൻ ചുടർക്കൊഴുന്താം തുട്ട മനത്തോട് വായുവൈ നീർ മണ്ടയിലെ വയ്ക്ക നിനൈപ്പേർ ഇതെന്നെ നിലൈ. പരിഹസിച്ച് കൊല്ലുകയാണ്. ഇതിൽ കൂടുതൽ ഇനി പരിഹസിക്കാനില്ല. നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? യോഗം എന്നുള്ള പേരിൽ, ചിത്തവൃത്തി നിരോധം എന്നുള്ള പേരിൽ എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ മനസ്സിന്റെ സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. ഒട്ടാതിരിക്കവെന്റാൽ, വിഷയങ്ങളിൽ ചെന്നൊട്ടരുത് ഈ മനസ്സ്. അത് വിഷയങ്ങളെയൊക്കെ വിട്ടിട്ട് സ്വതന്ത്രമായി നിൽക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ, എന്ന് നിർബന്ധം പിടിച്ചാൽ ഒട്ടാത്, ചിത്തവൃത്തികൾ അതിന് സമ്മതിക്കില്ല എന്നാണ്. എന്തിനെ നിങ്ങൾ ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, കഷണ്ടിക്കുള്ള മരുന്ന്. കഷണ്ടിക്ക് മരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ മനസ്സിലാവില്ല. അതുകൊണ്ട് ആ വൈദ്യൻ പറഞ്ഞു, ഒരു വിശേഷപ്പെട്ട മരുന്നുണ്ട്, പക്ഷെ ഒരു ചെറിയ നിബന്ധനയുണ്ട്, ഇത് തലയിൽ തേക്കുമ്പോൾ കരിങ്കുരങ്ങനെ മാത്രം വിചാരിക്കരുത്. അങ്ങനെ പറയാതിരുന്ന രക്ഷപ്പെട്ടാല്. എന്ത് ചെയ്യരുത്, എന്ത് വിചാരിക്കരുത് എന്ന് പറയുമോ അത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. അടുത്ത ദിവസം രാവിലെ ഇയാള് എണ്ണ തേക്കാൻ വേണ്ടി എണ്ണ കയ്യിലെടുത്തു. വൈദ്യരെന്തോ പറഞ്ഞല്ലോ, കരിങ്കുരങ്ങനെ ഓർമ്മിക്കരുതെന്ന്. അപ്പൊ കരിങ്കുരങ്ങനെ ഓർത്തു. അപ്പൊ ഇന്ന് എണ്ണ തേപ്പ് വേണ്ട. അടുത്ത ദിവസം ഇതുപോലെ എണ്ണ എടുത്തു. ഇതുപോലെ തന്നെ മനസ്സിന്റെ സ്വഭാവമാണ്. മോശമായതിനെ ചിന്തിക്കരുത്. എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്. പക്ഷെ മോശമായത് മാത്രമേ കയറി വരുന്നുള്ളൂ. എങ്ങനെ ചികിത്സിക്കും ഈ മനോവ്യാധിയെ? അതെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, ഒക്കെ ആത്മാവാണെന്ന് വിചാരിച്ചു. അതേ ഉള്ളൂ ഈ വ്യാധിക്കുള്ള മരുന്ന്. ഒട്ടാതിരിക്കവെന്റാൽ ഒട്ടാത്, വിഷയങ്ങളെ ചിന്തിക്കരുത്,
എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിത്തവൃത്തികൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ചിത്തവൃത്തികൾ ഉണ്ടായത് ഉടനെ നമ്മൾ ഇപ്പൊ എൻ്റെ മനസ്സിൽ ചിത്തവൃത്തി ഉണ്ടോ, അതൊരു ചിത്തവൃത്തിയാണ്. ഞാനിപ്പോൾ എന്തിനെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഒരു ചിത്തവൃത്തിയല്ലേ. അപ്പൊ ഒന്നിനെയും ചിന്തിക്കാതിരിക്കും. ഇനി കുറച്ചു നേരം ഒന്നും ചിന്തിക്കാതിരുന്നു എന്ന് തന്നെ വിചാരിക്കുക, ഞാനിപ്പോ ഒന്നും ചിന്തിക്കാതിരിക്കുന്നു, അടുത്ത ചിത്തവൃത്തിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എവിടെ കൊണ്ട് കളയും ഈ പേപ്പട്ടിയെ? എങ്ങനെ വെടിവെച്ച് വീഴ്ത്തും ഇതിന്? ചാടി കടിക്കാൻ വരികയാണ് ഈ മനസ്സാകുന്ന പേപ്പട്ടി. അപ്പോൾ വൃത്തികൾ അതിന് സമ്മതിക്കില്ല, നിശ്ചലമായിരിക്കാൻ സമ്മതിക്കില്ല. വിഷയങ്ങളിൽ ചെന്ന് പറ്റരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകും. ഇനി കുറെയൊക്കെ മനസ്സ് ഏകാഗ്രപ്പെട്ടു, വിഷയങ്ങളെ ചിന്തിക്കാതെ ഇരുന്നു എന്ന് വരികിൽ അത് ഉറക്കത്തിലേക്ക് പോകും. ഇത് രണ്ടും മാത്രമേ അറിയാവൂ ഈ മനസ്സിന്. ഒന്ന് ജാഗ്രതത്തില് നമ്മൾ അതിനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഉറങ്ങാൻ സമ്മതിക്കാതെ ചിത്തവൃത്തികളെ നിരോധിച്ചാൽ ലയം എന്നുള്ള അവസ്ഥയിലേക്ക് കിടക്കും. ഉറക്കം പോലെ ഒരവസ്ഥയാണ്. അതുകൊണ്ടും പ്രയോജനമില്ല, ആ അവസ്ഥ നേടിയത് കൊണ്ടും പ്രയോജനമില്ല. ഉറക്കമാം നിദ്ര പോലെ ഒരവസ്ഥ കയറി വരും. അതിനെയാണ് ലയം എന്ന് പറയുന്നത്. മനസ്സ് ഒരു പദാർത്ഥങ്ങളെയും ചിന്തിക്കരുത്, ഒരു വിഷയചിന്തയും അതിൽ കടന്നു വരരുത് എന്ന് പറഞ്ഞാൽ പതുക്കെ നമ്മൾ അറിയാതെ അത് ലയിച്ചു പോകും. അതുകൊണ്ട് എന്താ ഒരു പ്രയോജനമൊന്നുമില്ല. നമ്മളതൊക്കെ ധ്യാനം ഗംഭീരമായി, ഇന്നത്തെ ധ്യാനം ഭേഷായി എന്നൊക്കെ വിചാരിച്ച് എണീറ്റ് വരികയും ചെയ്യും. ശരി, സുട്ടാതിരിക്കിൻ സുടർക്കൊഴുന്താം. വിശേഷിച്ച് അറിയാൻ ഒന്നുമില്ലെങ്കിൽ എന്നാൽ ഉണർവോടുകൂടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സ്ഥിതി സംജാതമായി. മനസ്സ് ലയിക്കുന്നുമില്ല, വിഷയങ്ങളെ ചിന്തിക്കുന്നുമില്ല, അത് ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദിവ്യമായ ശബ്ദവും പ്രകാശവും ഒക്കെ ഉള്ളിൽ തെളിയുന്നത്. അതും മായയുടെ കളിയാണ്. വിഷയാഭിമുഖമായിട്ടും പോകുന്നില്ല മനസ്സ്, എന്നാൽ ലയിച്ചും പോകുന്നില്ല. ശുട്ടാതിരിക്കൽ, വിശേഷിച്ച് അവിടെ ഒന്നിനെയും ചൂണ്ടിക്കാണിക്കാനില്ല, വേറിട്ടറിയാനില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ശുടർ കൊഴുന്താം, ചില പ്രകാശദീപ്തികൾ കാണും, ദിവ്യപ്രകാശങ്ങൾ, ദിവ്യ ശബ്ദങ്ങൾ. അതുപോലെ ശരീരത്തിൽ നാവിലൊക്കെ ഒരു മധുര രസം അനുഭവപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. തൊണ്ടയിലോ നാവിലോ ഒക്കെ നമ്മൾ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം അമൃതരസം, ദിവ്യമായ ഒരു സ്വാദ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിയില്ല, ഒക്കെ മനസ്സുണ്ടാക്കുന്നതാണ്. നമ്മൾ ഇതൊക്കെ വലിയ കാര്യമാണ്. ഒരു സാധകനെ സംബന്ധിച്ച് ഇതൊക്കെ വലുതാണല്ലോ. അയാൾ ഇന്നേ വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദിവ്യമായ അനുഭവങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് വിചാരിച്ച് അയാൾ തെറ്റിദ്ധരിക്കും. അതാണ് ഇതിനകത്തുള്ള ദോഷം. അപ്പൊ ശുട്ടാതിരിക്കിൻ സുടർക്കൊഴുന്താം, ചില പ്രകാശദീപ്തികളൊക്കെ ഉള്ളിൽ തെളിഞ്ഞു എന്ന് വരും. തുട്ട മനത്തോടു വായുവൈ നീർ മണ്ടയിലേ വയ്ക്ക. നീർ എന്ന് പറഞ്ഞാൽ ജലം എന്നല്ല, താങ്കൾ റെസ്പെക്റ്റോടുകൂടെ അഭിസംബോധന ചെയ്യുകയാണ്. നിങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ, നീ അത് അധികം മര്യാദയില്ലാതെ പറയുമ്പോൾ. നീർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്, താങ്കൾ, നിങ്ങൾ എന്ന് പറയാനാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹേ യോഗിമാരെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? തുട്ട മനത്തോട്, തുട്ടം ദുഷ്ടം, ദുഷ്ട മനസ്സോടുകൂടെ, നിങ്ങളുടെ ഉള്ളിൽ വിഷയവാസനകളൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് ഒന്നിലും മതി വന്നിട്ടില്ല, വൈരാഗ്യമോ വിവേകമോ നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയിട്ടില്ല. അങ്ങനെ ദുഷിച്ച മനസ്സോടുകൂടി നിങ്ങൾ ഈ ചെയ്യുന്ന സാധനകളുണ്ടല്ലോ, എന്താ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? ദുഷ്ട മനസ്സോടുകൂടി തുട്ട മനത്തോട് വായുവൈ എന്ന് പറഞ്ഞാൽ പ്രാണനെ, നീർ നിങ്ങൾ മണ്ടയിലേ വയ്ക്ക. ശിരസിന്റെ ഏറ്റവും മുകളിലാണ് ബ്രഹ്മരന്ധ്രം. ആ ബ്രഹ്മരന്ധ്രത്തിൽ പ്രാണനെ ഉയർത്താൻ, അവിടെ ആ ബ്രഹ്മരന്ധ്രത്തിൽ, അതാണ് സഹസ്രാര ചക്രം, അവിടെയാണ് ജീവബ്രഹ്മ ഐക്യം ഉണ്ടാവുന്നത് എന്നാണ്, ജീവനും ബ്രഹ്മവും. അപ്പൊ അതിനു വേണ്ടി ഈ പ്രാണനെ പൊക്കി 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 മറ്റേ ജാക്കി വെച്ച് മുകളിൽ കയറ്റുമല്ലോ, ഈ കാർ ഇതൊക്കെ വർക്ക്ഷോപ്പില് ജാക്കി വെച്ച് ഇങ്ങനെ മുകളിൽ കയറ്റുന്നത് പോലെ ഈ പ്രാണനെ പൊക്കി 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 ഓരോ ആധാരമായിട്ട് മുകളിലേക്ക് ഇത് ചെയ്ത് അവസാനം സഹസ്രാര ചക്രത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ നോക്കുന്നല്ലോ. അതേസമയം മനസ്സ് ദുഷിച്ചതുകൊണ്ട്, മനസ്സിൽ ഒരു നന്മയോ അതിൽ തത്വബോധമോ ബുദ്ധിയിൽ തത്വബോധമോ സാത്വിക ഭാവമോ ഒന്നും കാര്യമായി വളർത്തിയെടുക്കുന്നില്ല. വെറുതെ ഈ പ്രാണനെ പിടിച്ച് ഇങ്ങനെ പൊക്കി 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 കയറ്റിക്കൊണ്ട് പോകുന്നതിലാണ് നിങ്ങൾക്ക് താല്പര്യം. ദുഷ്ടമനത്തോട് വായുവൈ നീർ മണ്ടയിലേ വയ്ക്ക. മണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മരന്ധ്രം. ജ്ഞാനികളുടെയൊക്കെ സമാധി സമയത്ത് ആ പ്രാണൻ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചു പോവും എന്നാണ്. അതായത് അവർക്ക് പിന്നെ ഇഹലോകത്തിൽ ജനിക്കേണ്ടി വരില്ല എന്നാണ്. ഇവിടെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം ആ കപാലം പൊട്ടും എന്നാണ്.
തലയോട്ടി പൊട്ടും, പ്രാണൻ പൊട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ്. സാധാരണ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ആയിരിക്കും പ്രാണൻ പുറത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ യോഗിമാരുടെ, ജ്ഞാനികളല്ല യോഗിമാരുടെ പ്രാണൻ ഈ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചുകൊണ്ടാണ്, പൊട്ടിച്ചുകൊണ്ടാണ് പുറത്തു പോകുന്നത് എന്നാണ്. അപ്പോൾ ജ്ഞാനികളുടെ പ്രാണനോ അത് ഉള്ളിൽ അടങ്ങുകയാണ് ചെയ്യുന്നത്, അത് പുറത്ത് കിടക്കുന്നില്ല. ഇവിടെയും യോഗിമാരുടെ കേസിലും ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചുകൊണ്ട് ആ പ്രാണൻ പുറത്തു പോവുകയാണല്ലോ. അതുകൊണ്ട് അവർക്ക് പുനർജന്മമില്ലെങ്കിലും ഊർധ്വലോകങ്ങളുണ്ട്, മോക്ഷം ലഭിക്കുന്നില്ല. മോക്ഷം പ്രാണസ്പന്ദനം നിശ്ചലമാകുന്നതിലൂടെയാണ്. അതുകൊണ്ട് ജ്ഞാനിയുടെ പ്രാണൻ ഉള്ളിൽ ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. അത് നവദ്വാരങ്ങളിലൂടെ പുറത്തു പോകുന്നുമില്ല, ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് പുറത്തേക്ക് കടക്കുന്നുമില്ല. മണ്ടയിലേ വൈക്യ നിനൈപ്പീർ, ഈ ബ്രഹ്മരന്ധ്രത്തിൽ ഈ പ്രാണനെ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തെറ്റാണ്, നിങ്ങൾക്ക് കാര്യമറിയില്ല. നിനൈപ്പേർ, നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇതെന്ന നിലൈ, ഇതെന്തവസ്ഥയാണോ ഇത് എന്ന് പറഞ്ഞാൽ, മോക്ഷമല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, മോക്ഷമല്ലാത്ത ഏതോ ഒരവസ്ഥ, അത്രയേ ഉള്ളൂ. ഇത് എന്തവസ്ഥയാണ് ജ്ഞാനികൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. എന്തോ ഈ പ്രാണന് സുഷുമ്ന നാഡിക്കകത്തുകൂടെ ഇങ്ങനെ ഓരോ ചക്രമായി കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയി മനസ്സ് പവിത്രമാവുന്നുണ്ടോ? ഒക്കെ ഈശ്വരമയമാണ് എന്നുള്ള തത്വം ബുദ്ധിക്ക് പിടികിട്ടിയിട്ടുണ്ടോ? ഇതില്ലാതെ എന്ത് ആത്മസാക്ഷാത്കാരം എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രാണനെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നാൽ ഒക്കെ നേരെയാവുമോ? അതൊരു സാധന എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകരിക്കാം, പക്ഷെ തത്വബോധം കൂടെ വേണ്ടേ? ഇതെന്തവസ്ഥ? മോക്ഷമല്ലാത്ത മറ്റെന്തോ ഒരവസ്ഥയാണത്. ഞങ്ങൾക്കറിയില്ല, നിങ്ങളുടെ മനസ്സ് ഉണ്ടാക്കുന്ന ഏതോ ഒരു ഭ്രമം, അത്രയേ ഉള്ളൂ. നിന്റെ യോഗ സാധനയാൽ ബാഹ്യമായ ഒരു സാധനത്തോടും ഒട്ടാതിരുന്നു കൊള്ളാം എന്ന് വിചാരിച്ചാൽ അപ്പോൾ വന്നുകൂടുന്നത് ഉറക്കമത്രേ, ലയം. ഒരു കാരണവും കൊണ്ട് ഒന്നിനെയും പ്രത്യേകമായി ചൂണ്ടി അറിയാതെ ഇരിക്കാൻ ശ്രമിച്ചാൽ അത്തരം ഏകാഗ്രതയിൽ നിനക്ക് ഭ്രൂമധ്യത്തിലായി ഒരു തേജഃപ്രകാശം അനുഭവമായേക്കാം. പ്രകാശദീപ്തികൾ കാണാം, ദിവ്യ ശബ്ദങ്ങൾ കേൾക്കാം, നാവിലൊക്കെ ഒരു മധുരരസം, ഇതുവരെ നാം അനുഭവിക്കാത്ത ഒരു സ്വാദ് അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം. അതൊക്കെ മനസ്സിന്റെ ഭ്രമങ്ങളാണ്. പുറത്തുള്ളതിനെയല്ലേ നിങ്ങൾ നിയന്ത്രിച്ചത്, എന്നാൽ ഞാൻ അകത്ത് ചില ഭ്രമങ്ങൾ ഉണ്ടാക്കി കാണിക്കാം എന്ന് പറഞ്ഞ് മനസ്സിറങ്ങുകയാണ്. മായയുടെ കളി ഉള്ളിലായി. ഇപ്പോൾ നേരത്തെ പുറത്തായിരുന്നു, ഇപ്പൊ പുറത്തൊന്നുമില്ല, എല്ലാറ്റിനെയും അടക്കി ഉള്ളിലാക്കുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ദിവ്യമായ ശബ്ദങ്ങളും പ്രകാശങ്ങളും സ്വാദും ഒക്കെ അനുഭവപ്പെടുന്നു. അപ്പൊ ഇയാൾ വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് ആത്മാനുഭവം, എല്ലാം ഒന്നാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുവോ? ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാം ഒന്നാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുവോ? എന്നാൽ ആത്മസാക്ഷാത്കാരമായി. പക്ഷേ നിന്റെ മനസ്സ് അശുദ്ധമായിരിക്കും കാലത്തോളം നീ പ്രാണായാമാദിയാൽ വായുവിനെ വലിച്ച് മണ്ടയിൽ കയറ്റി നിർത്തി ധ്യാനിച്ചിരുന്നാൽ ഈ നില എത്ര ശോചനീയം, പരിതാപകരം. കാര്യം മനസ്സിലാക്കാതെ കൊച്ചു കുട്ടികൾ കാണിക്കുന്നത് പോലെ എന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം ഒന്നും കിട്ടുന്നുമില്ല. സാധനയിലൂടെ എത്രയോ കൊല്ലങ്ങളാണ് നഷ്ടമായത്. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല. ജീവിതം നിരാശയുടെ പടുകുഴിയിൽ. അവസാനം ശരീരം വിടണം, മരണഭയവും കയറി വരും. കാരണം തത്വബോധമില്ല, പ്രാണനെ പിടിച്ചോണ്ട് കളിച്ചതാണ്. ആ പ്രാണൻ ഇപ്പൊ പോവും ശരീരത്തെ ഉപേക്ഷിച്ച്. അതുകൊണ്ട് ആ തത്വബോധത്തിന്റെ പ്രാധാന്യത്തെയാണ് ഇങ്ങനെയുള്ള പദ്യങ്ങളിൽ ഊന്നിപ്പറയുന്നത്. തുടർന്നുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.